ഒരാൾ കുറ്റക്കാരനാണെന്ന് എങ്ങനെ തെളിയുന്നു? ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് ആ കുറ്റം സംബന്ധിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറ്റമുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരാളിനെ രാവിലെ എഴുന്നേറ്റ് ക്രൂശിക്കാൻ പറ്റും. നമ്മളെല്ലാവരും തെറ്റുകൾക്ക് അതീതമാണ്. നമ്മൾക്കൊക്കെ നമ്മുടേതായ ഭാഗത്ത് തെറ്റുകളോ കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടാകാം. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരാൾ നിരപരാധിയെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ക്രൂശിക്കാൻ പറ്റും? അദ്ദേഹം ഇന്നലെ നിഷേധിച്ചു. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു പറയുന്നു. ഇതെല്ലാം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആ പരാതിന്മേലല്ലേ പറ്റൂ. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സജി ചെറിയാനെ കുറിച്ച് പറയുമ്പോൾ സാംസ്കാരിക മന്ത്രി എന്ന വിശേഷണത്തിന്റെ ഒരക്ഷരം മാറ്റി വിളിക്കേണ്ടി വരുമോ? മന്ത്രിയുടെ തുടർച്ചയായ വിഷയങ്ങളിലുള്ള നിലപാടുകൾ കാണുമ്പോൾ എന്ത് പ്രഹസനമാണ് സജി എന്ന് ചോദിക്കാനേ തോന്നൂ. സംവിധായകൻ രഞ്ജിത്ത് പ്രതിഭാശാലിയാണ്, സംശയമില്ല. ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ രഞ്ജിത്തിനെതിരെ അന്വേഷണം നടത്താതിരിക്കാനും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാനും ഈ പ്രതിഭ എങ്ങനെ തടസ്സമാകുമെന്ന് സജി ചെറിയാൻ പറയണം. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പരാതി പറഞ്ഞവരോടും രഞ്ജിത്തിനെതിരെ അന്യനാട്ടിലിരുന്ന് ഒരു നടി ദുരനുഭവം വെളിപ്പെടുത്തുമ്പോഴും പരാതിക്ക് വേണ്ടി മുഖവിളി കൂട്ടുന്ന സാംസ്കാരിക മന്ത്രിയും പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രിയും പൊതുസമൂഹത്തിന്റെ മുന്നറിയിപ്പ് കണ്ടെങ്കിലും രഞ്ജിത്തിനെ ഇറക്കി വിടുമെന്ന് കരുതാം. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു സജിയുടെ പ്രഹസനവും രഞ്ജിത്തിന്റെ പ്രതിഭയും. പ്രൈം ഡിബേറ്റിന്റെ തുടക്കത്തിൽ നടി ഉർവശി ചേരുകയാണ്. ചെന്നൈയിൽ നിന്നാണ് ഉർവശി ചേരുന്നത്. സ്വാഗതം ശ്രീമതി ഉർവശി. താങ്കൾ ചെന്നൈയിലാണല്ലോ, പക്ഷേ കേരളത്തിൽ ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി ഒഴിയണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ സമ്മർദ്ദത്തിലാണ്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിന് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തു. പരാതി എഴുതി നൽകിയിട്ടില്ല, അതിനാൽ കേസ് പറ്റില്ല എന്ന് പറയുകയാണ്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ളത്? ഇല്ല, അങ്ങനെയല്ല. മറ്റൊരു സംസ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു നടി പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം. അപ്പം അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അതിന് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത്. പക്ഷെ ഉർവശി, സർക്കാർ ഒരു അന്വേഷണമല്ല പറയുന്നത്. പക്ഷെ ഇപ്പോൾ രാജിക്ക് സാധ്യത കാണുന്നുണ്ട്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഉച്ചത്തിൽ പറയുന്ന സർക്കാരാണ് നമ്മളുടേത്. താങ്കൾ പറഞ്ഞ പോലെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന നടിയാണ്. അവർ ആ സംസ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ പരാതി പറയുന്നത്. അവർക്കുണ്ടായ മോശം അനുഭവം, അതും സംവിധായകനും പ്രമുഖനുമായ രഞ്ജിത്തിനെതിരെ. അപ്പോൾ സർക്കാർ ഇടപെട്ട് ഉടൻ രഞ്ജിത്തിനെ മാറ്റുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ഒരു സ്ത്രീക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മളെ വിശ്വസിച്ച് ഇവിടെ വന്നൊരു നടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു ഗുരുതര പ്രശ്നമായിട്ട് കണക്കാക്കണമെന്ന് തന്നെയാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് തമിഴിലുള്ള പല ആർട്ടിസ്റ്റുകളും, ഞാൻ തമിഴും തെലുങ്ക് കന്നഡമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ, ഓരോ സംസ്ഥാനത്ത് നിന്നുള്ളവർ എന്നെ ഫോൺ ചെയ്യുകയും ഇതെന്താ ഇതിങ്ങനെ, നിങ്ങളുടെ സ്റ്റേറ്റിൽ വന്ന് സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലേ, നിങ്ങളൊക്കെ ഇത്രയും വർഷം എങ്ങനെ ഇവിടെ വർക്ക് ചെയ്തു എന്നുള്ള ചോദ്യം സ്വാഭാവികം. മറ്റ് മാധ്യമപ്രവർത്തകരും ചോദിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളും അവരോട് പറയുന്നത് ഞങ്ങളുടെ സർക്കാർ അതിന് നല്ല നടപടി കൈക്കൊള്ളും എന്നാണ്. ഞാൻ പറഞ്ഞത് ഇത്രയും പേര് പറഞ്ഞ് സർക്കാരിനെ വെട്ടിലാക്കുമ്പോൾ രഞ്ജിത്ത് അതിന് ഇട കൊടുക്കാതെ കുറച്ച് മാറി നിന്ന്, തൽക്കാലത്തേക്കൊന്ന് മാറി നിന്ന് ഞാൻ ആരോപണങ്ങളെ നേരിട്ട് കൊള്ളാം എന്ന് പറയുന്നതാണ് ബുദ്ധി എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് രഞ്ജിത്ത് മാറി നിൽക്കണം എന്നാണ് താങ്കളുടെ നിലപാട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇത് തന്നെയായിരുന്നുവല്ലോ സർക്കാരിന്റെ നിലപാട്. പരാതി പോലീസിന് കിട്ടിയില്ല, എഴുതി നൽകിയില്ല. കമ്മിറ്റിയുടെ മുന്നിൽ പറഞ്ഞാൽ മാത്രം പോരാ, എഴുതി നൽകണം. കേസെടുക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ. അപ്പോൾ തുടർച്ചയായ രണ്ട് സംഭവങ്ങളിലും, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിലും രഞ്ജിത്തിനെതിരായ വെളിപ്പെടുത്തലിലും സർക്കാരിന്റെ നിലപാട് ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവർക്ക് പോലീസിന് മുന്നിൽ പരാതി കൊടുക്കാനും മൊഴി കൊടുക്കാനുമുള്ള അവസരമുണ്ടാക്കുകയല്ലേ സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത്? ഉർവശി, മഞ്ജുഷ, ഞാനിപ്പോൾ കുറച്ചു മുമ്പേ പറഞ്ഞ ഉത്തരവും ആ ചോദ്യവും തന്നെ മഞ്ജുഷ ഇപ്പം റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ ചോദിച്ചത് അതാണ്.
ഒരു പ്രത്യേക സാഹചര്യത്തിൽ സിനിമയിലെ ഒരു പറ്റ സ്ത്രീകൾ മലയാള സിനിമയിലെ എല്ലാ നടികളുടെയും എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ സ്ത്രീകളുടെ വക്താക്കളായി ചെല്ലുകയും ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ഞങ്ങൾക്കൊരു വേദി വേണം, അല്ലെങ്കിൽ ഒരു കേൾക്കാൻ ചെവി വേണം എന്ന് പറയുകയും അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്ത ശക്തമായ തീരുമാനമാണ് ഇതിന്റെ ഒരു ജസ്റ്റിസിന്റെ മുമ്പിൽ ഇരകളുടെ പേര് വെളിപ്പെടുത്താതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനൊരു അവസരം കൊടുക്കണമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും നല്ല തീരുമാനമാണ്. അപ്പൊ അതന്ന് ചെയ്തു. പക്ഷെ പിന്നീട് അത് പൂഴ്ത്തിവെക്കപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി മാത്രമാണ് വെട്ടിലായത്, മറ്റാരുമല്ല. എന്തുകൊണ്ട് ഈ 4.5 വർഷം ഇത് പൂഴ്ത്തിവെക്കപ്പെട്ടു എന്നുള്ളത് നേരിടേണ്ടി വന്നതും അദ്ദേഹം മാത്രമാണ്. ഇപ്പൊ ഇത് പുറത്തു വന്ന സ്ഥിതിക്ക് കുറെ പേജുകൾ വെട്ടിമാറ്റി എന്ന് പറയുമ്പോഴും വെട്ടിലാകുന്നത് വീണ്ടും മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇന്നലെയൊക്കെ പറഞ്ഞ അനുസരിച്ച് കോടതിയുടെ പരിഗണനയിലാണല്ലോ കേസ്. ഇപ്പോൾ വനിതാ കമ്മീഷൻ കക്ഷി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനി കോടതി എന്ത് പറയുന്നു ആ നിർദ്ദേശത്തെ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞതായി ഞാൻ കേട്ടുള്ളൂ. അല്ലാതെ ഇനി ഓരോ നടികളും തനിച്ച് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. കേൾക്കാതെ എനിക്ക് എങ്ങനെയാ ഉത്തരം പറയേണ്ടതെന്ന് അറിയില്ല. മാത്രമല്ല, ഓരോരുത്തരും പരാതി പറഞ്ഞാൽ അവരുടെ പ്രൈവസി പോകരുത് എന്നുള്ളത് കൊണ്ടാണല്ലോ അത് അവരുടെ പേര് പോലും വെളിപ്പെടുത്താതെ ഒരു കമ്മീഷന്റെ മുമ്പാകെ റിപ്പോർട്ട് കൊടുത്തത്. പിന്നെയും അത് വീണ്ടും പരാതി കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എവിടെ പോയി പരാതി കൊടുക്കാൻ? കൊടുത്ത പരാതികളെ പൂഴ്ത്തി വയ്ക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്ത് പരാതി? അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രി. സിനിമയിലെ സംഘടനകൾക്ക് മുഖവശി ഇതിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ. അമ്മ നിലപാട് പറഞ്ഞു ഇരകൾക്കൊപ്പം എന്ന്. പക്ഷെ വെറുതെ അങ്ങനെ പറഞ്ഞാൽ മതിയോ? ഫെഫ്കെ ആകട്ടെ, സാങ്കേതിക വിദഗ്ധരുടെ സംഘടന, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അമ്മയുടെ നിലപാട് തന്നെ ഇതുവരെ പരാതിയൊന്നും കിട്ടിയില്ല അമ്മയ്ക്ക് എന്നാണല്ലോ. അങ്ങനെയാണോ പറയേണ്ടത്? അമ്മയിൽ പരാതി പറഞ്ഞിട്ടും അനുകൂലമായി ഒന്നും നടന്നില്ല. അതുകൊണ്ടല്ലേ ഈ നടിമാർ കമ്മിറ്റി മുൻപാകെ പോയി പരാതി പറഞ്ഞത്? പരാതി കൊടുത്തോ ഇല്ലയോ? ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പരാതി, അതിൽ വരുന്ന ആൾക്കാരെ കുറിച്ച് സംഘടന എന്ത് ശക്തമായ തീരുമാനം എടുക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതുവരെ പറഞ്ഞതും ചോദിച്ചതും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇത് പരസ്യമായി. ഇതിന് മാധ്യമങ്ങളും കേരള സമൂഹവും അവിടുന്ന് ഇനി ഓരോ സംസ്ഥാനങ്ങളിലേക്കായിട്ട് ഇത് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അതിനു മുൻപ് ഒരു സംഘടന ഞങ്ങൾക്കുണ്ടെങ്കിൽ ആ സംഘടനയിലുള്ളവർ എന്ത് ശക്തമായ തീരുമാനം എടുക്കും എന്ന് മാത്രമേ അറിയാനായിട്ട് കാര്യമുള്ളൂ. അതിപ്പം അമ്മ സംഘടന പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ്. ആരായാലും, ഏത് ഉന്നതനായാലും പ്രമുഖ നടനായാലും ആര് തന്നെ ആയാലും അതിന് ഞങ്ങൾ എതിരെ ശബ്ദമുയർത്തും. ഫെഫ്കയിൽ ആരും അത് പറഞ്ഞു കണ്ടില്ല. കാരണം ഒരു സംവിധായകനെതിരെ ആരോപണം വരുമ്പോൾ ഫെഫ്കയില്ലേ തീരുമാനം എടുത്ത് പറയേണ്ടത്? ഫെഫ്കയിൽ ആളുകളൊന്നും എന്താ ഒന്നും പറയാത്ത, എന്താ അതിനെപ്പറ്റി നിങ്ങളൊന്നും ചോദിക്കാത്ത? ഒരു സംവിധായകനെതിരെ ആരോപണം വരുമ്പോൾ ഫെഫ്കയല്ലേ റിയാക്ട് ചെയ്യേണ്ടത്? ബി ഉണ്ണികൃഷ്ണൻ എവിടെ പോയി? അപ്പോ എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് കൂട്ടായ്മയായിട്ട് നിന്നാണ് ഇത് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അവരൊക്കെ ഒരു പാനിക് സിറ്റുവേഷൻ ആയതുകൊണ്ടുള്ള പതർച്ചയിലാണ്. അവരൊക്കെ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, ആശയവിനിമയം നടത്തുന്നുണ്ടാവും, എന്നിട്ട് കൂടി ആലോചിച്ചിട്ട് ഒരു നല്ല തീരുമാനം പറയാൻ കാത്തിരിക്കുന്നുണ്ടാവും. നമുക്ക് നോക്കാം. പക്ഷെ താങ്കൾ ചോദിച്ചു ഫെഫ്കെ എവിടെയെന്ന്. ബി ഉണ്ണികൃഷ്ണനോട് ചോദിച്ചോ എന്ന് താങ്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി. പക്ഷേ അമ്മ തന്നെ പ്രതികരിച്ചത് 5 ദിവസം കഴിഞ്ഞാണ്. ഫെഫ്ക പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഉർവശി വാസ്തവം എന്ന് പറയുന്നത്. ഞങ്ങൾ വിളിക്കുന്നുണ്ട്. ഇരകൾക്കൊപ്പം എന്ന് പറഞ്ഞ് അമ്മയങ്ങ് ഒഴിയുന്നു. വേട്ടക്കാരൻ്റെ പേര് പറയണമെന്ന് പോലും അമ്മ പറയുന്നില്ല. ഇതെന്ത് നീതിയാണ് നടക്കുന്നത്? നടിമാർ അത് കഴിഞ്ഞും രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. അൻസിബയെ പോലെയുള്ള ആളുകളൊക്കെ വേട്ടക്കാരുടെ പേരും പറയണമെന്ന്. അല്ല, എന്താണെന്നറിയാമോ, അവർ പ്രതികരിക്കും. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പുരുഷന്മാരുടെ പേരുകൾ ഒരിക്കലും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. വരാതെ ഇങ്ങനെ വെറുതെ നമ്മളങ്ങനെ അന്തരീക്ഷത്തിൽ എങ്ങനെയാ എഴുതുന്നേ? ഇതിന്റെ ഒരു മറുപടി ഇന്നലെ സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുമില്ല, അവരത് തന്നിട്ടുമില്ല, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് എന്താ വൈകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ പ്രഷറൈസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി എന്ത് മറുപടി? ഇങ്ങനെ ഒരു കമ്മിറ്റി എന്തായാലും കുറച്ച് സ്ത്രീകൾ വന്നല്ലോ, അവരുടെ കാര്യങ്ങൾ എന്തായി? അത് അമ്മയുടെ അംഗങ്ങൾ തന്നെയാണ് അവരിപ്പോഴും. അവർ വേറെ ഒരു സംഘടന സ്ത്രീകൾക്കായിട്ട് തുടങ്ങിയത് മറ്റൊരു സംഘടന. അതുകൊണ്ട് അമ്മയുടെ അംഗങ്ങളല്ലാതാവൂ എന്ന് ചോദിച്ചില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഇനി അതെന്താ നമ്മൾ ചോദിക്കാനുള്ളത്? ശരി, പക്ഷേ ഇത് സംഘടനകളുടെ ഒരു രക്ഷപ്പെടൽ തന്ത്രമാണല്ലോ. താങ്കൾ പറഞ്ഞു ഈ WCC അംഗങ്ങൾ എന്ന് പറയുന്നത് അമ്മയിലെ തന്നെ അംഗങ്ങളായിരുന്നുവല്ലോ എന്ന്. ഒരു ചോദ്യവും അമ്മ ചോദിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യവും. മിണ്ടാതിരിക്കാം എന്ന തന്ത്രം അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. ഫെഫ്ക ഇപ്പോൾ രഞ്ജിത്തിന്റെ കാര്യം കൂടി വന്നതോടെ മൗനത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അത് ഏത് കമ്മിറ്റി അത് കണ്ടെത്തിയാൽ എനിക്കറിയാൻ വയ്യ. പവർ ഗ്രൂപ്പ് എന്ന് അവരാരെങ്കിലും ഹേമ കമ്മിറ്റി ഉപയോഗിച്ച വാക്കായിരിക്കും അത്. ഞാൻ സിനിമയെ കേട്ടിട്ടില്ല.
ഒരിക്കലും കേട്ടിട്ടില്ല കേട്ടോ. കാരണം ഒരു കമ്മീഷന്റെ ഒരു കണ്ടെത്തലിൽ അവരൊരു പേര് കൊടുത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുദ്ദേശിക്കുന്നത് ആരെയും ഒതുക്കാൻ കെൽപ്പുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നായിരിക്കും കമ്മിറ്റി ഉദ്ദേശിച്ചത് കേട്ടോ. അതങ്ങനെയായിരിക്കും ഈ വാക്ക് പുറത്തു വന്നത്. ഒരു ഹൈ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞൊന്ന് വേണം എന്ന് ഇടയ്ക്ക് നടികളൊക്കെ ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ച് ആൾക്കാരെ ചേർത്തുകൊണ്ട്. പക്ഷെ അത് പ്രായോഗികമല്ലാന്ന് തോന്നിയത് കൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതൊന്നും കണ്ടിട്ടില്ല. മാഫിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ സമീപിക്കുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് ഞാൻ എന്താ പറയുക ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു, അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഒതുക്കാൻ ഒരു ടീം ഉണ്ടെന്നാണല്ലോ. ഇക്കാര്യം ഇതിനു മുൻപ് മലയാള സിനിമയെക്കുറിച്ച് പരാതി ഉള്ളതുമാണ്. ഇപ്പോൾ തിലകൻ ചേട്ടനൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പ്, ഈ മാഫിയ സംഘം, ഈ ഒതുക്കൽ ടീം ഇതൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യമാണ് എന്ന് കമ്മിറ്റി മുൻപാകെ തന്നെ പോയി പറഞ്ഞത് മലയാള സിനിമാ രംഗത്തു നിന്നുള്ളവർ തന്നെയാണ്. അല്ല, എന്താന്ന് വെച്ചാൽ ഇതിപ്പം പവർ ഗ്രൂപ്പ് എന്തെന്ന് വെച്ചാൽ എന്തെന്നേ അറിയാതെ ഞാനങ്ങനെ പവർ ഗ്രൂപ്പിനെ പറ്റി മറുപടി പറയും. പിന്നെ ഒതുക്കുക എന്ന് പറയുന്നത് അവരവർക്ക് താല്പര്യമുള്ളവരെ അവരവരുടെ ടീമിൽ ചേർക്കുക എന്ന് പറഞ്ഞത് സിനിമ ഉണ്ടായ കാലം പോലെ ഉള്ളതാണ്. പക്ഷെ ഒരു പഴയ സിനിമയുടെ ഗ്രൂപ്പിൽ കഴിവുള്ളവരെ കണ്ടെത്തുക, അവർ സെറ്റിലെ അവരുടെ പെരുമാറ്റം നോക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നോ നോക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അഭിനയിക്കുന്ന ഒരു കാലഘട്ടം വരെ അങ്ങനെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഓരോ ഇതനുസരിച്ച് എന്താ ഡിസ്ട്രിക്റ്റ് അനുസരിച്ച് ഒരു ചേരിതിരിവുണ്ടായിരുന്നു. എറണാകുളം ടീം, തിരുവനന്തപുരം ടീം, കോഴിക്കോട് ടീം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അഭിനയിക്കുമ്പോഴും ഒരു ടീമിലും പെടാതെ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. അങ്ങനെ അഭിനയിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. എന്നല്ലാതെ ഇങ്ങനെ ഇവര് പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവറുള്ളവർ എത്ര കാലം നിലനിൽക്കുമെന്ന് തമ്പുരാനല്ലേ അറിയത്തുള്ളൂ. എത്ര കാലം ഇങ്ങനെ സിനിമയുടെ പുറകിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? അവർക്ക് എത്ര കാലം പേര് ഈ സിനിമയിൽ ആയുസ് ഉണ്ടാവും എന്നുള്ളത് നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. അവരവരുടെ കഴിവിന്റെ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. നമുക്കറിയാം അതിക്രമം ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷയാണ് ഏറ്റവും പ്രധാന കാര്യം. ഇപ്പോൾ ഒരു ടീമിലും ഇല്ലാതെ അഭിനയിച്ചിരുന്ന സമയത്ത് പോലും ഇടക്കാലത്ത് ചില പ്രമുഖരുടെ സിനിമകളിൽ നിന്ന് താങ്കളെ പോലും മാറ്റി നിർത്തിയിരുന്നുവല്ലോ. അങ്ങനെ ഒരു അനുഭവം കൂടി ഉണ്ടല്ലോ. സ്വന്തം നിലയ്ക്ക് താങ്കൾ മാറി നിന്നത് കൂടാതെ ഈ താങ്കൾക്ക് പക്ഷേ അത് കരിയറിനെ ബാധിക്കാതെ കടന്നു പോയത് കൊണ്ട് പരാതിയില്ല. പക്ഷെ ഇപ്പോൾ പരാതി കൊടുത്തവർക്ക് അങ്ങനെയല്ല. അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുന്നതും അവർക്കുണ്ടായിരിക്കുന്ന വലിയൊരു ദുരനുഭവമാണ്. അല്ല, ഇപ്പം ഞാൻ 95-ന് ശേഷം ഞാനായിട്ട് തമിഴ്, തെലുങ്ക്, കന്നഡത്തിലേക്ക് കുറെ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് ഞാൻ എൻ്റെ പേഴ്സണൽ തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ 2005 2005 വന്നു, വർക്ക് ചെയ്തു. ക്യാരക്ടേഴ്സിന്റെ ഒരു ആവർത്തന വിരസത, അത്തരം കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് മാറി നിന്നു എന്ന് ഞാൻ ധരിക്കുന്നു. ആരെങ്കിലും ഒതുക്കാൻ നോക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല, താല്പര്യമില്ല, അന്നും ഇന്നും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തും സിനിമയിൽ ചില കാര്യങ്ങൾ നടക്കും. സിനിമയിലെന്ന് മാത്രമല്ല, ഈ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ചില പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ അവർ ഓരോരുത്തരുടെ ജീവിതോപാധി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണല്ലോ അതൊരു പരാതിയായി വരുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനൊരു വഴിമുട്ടിയ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. പക്ഷെ ഒരു കാര്യം കൂടി, കമ്മിറ്റി മുൻപാകെ ഏത് പേരിട്ട് വിളിച്ചാലും സിനിമയിൽ അവസരം നിഷേധിച്ചു എന്ന് പരാതി കൊടുത്തവർ, അത് പവർ ഗ്രൂപ്പ് ആണെങ്കിലും മറ്റേതെങ്കിലും പേരായാലും, സത്യം വിളിച്ചു പറഞ്ഞ കാര്യത്തിൽ താങ്കൾക്ക് ഒരു സംശയവുമില്ലല്ലോ. അപ്പോൾ ഇതേ രീതിയിലൊന്നും ഈ സംഘടനകൾ പ്രതികരിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒതുക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഈ പവർ ഗ്രൂപ്പോ മാഫിയ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ സിനിമയിൽ നിന്നും താല്പര്യമില്ലാത്തവരെ ഒതുക്കി നിർത്തിയെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവരെ പല വേദികളിൽ നിന്നും ഒതുക്കി നിർത്തും, പല സദസ്സുകളിൽ നിന്നും ഒതുക്കി നിർത്തും, പല സിനിമകളിൽ നിന്നും ഒതുക്കി നിർത്തും. എങ്ങനെയെല്ലാം ഒതുക്കാമോ അങ്ങനെയെല്ലാം ഒതുക്കിയ സന്ദർഭങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ പച്ച കള്ളവാവും. അതുകൊണ്ട് അത് സത്യം തന്നെ പറയുന്നു. എനിക്ക് പിന്നെ ഞാൻ പല ഭാഷകളിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ കുടുംബത്തേക്ക് തിരിച്ചു വരണം. ഒരുപാട് കാലം ഇങ്ങനെ സിനിമാ സെറ്റുകളിൽ നിന്ന് ഓടി ഓടി നടന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനത്തെ ഒരു ഗ്യാപ്പ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നില്ല എന്നേ ഞാൻ പറഞ്ഞു. ശരി, നന്ദി ഉർവശി. ഇത്രയും നേരം സംസാരിച്ചതിന്. അതിൽ ഈ രഞ്ജിത്തിനെ സർക്കാർ സംരക്ഷിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സ്വന്തം നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ശ്രീമതി ഉർവശി. അരുൺ ചേരുകയാണ്, ചലച്ചിത്ര അക്കാദമിയുടെ അംഗം കൂടിയാണ് അദ്ദേഹം. അരുൺ, നിങ്ങളൊക്കെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നുവല്ലോ. താങ്കൾ AIYFന്റെ പേരിലാണ് പരാതി നൽകിയത്, മുഖ്യമന്ത്രിക്ക് രഞ്ജിത്തിനെ മാറ്റി നിർത്തണമെന്ന്. അങ്ങനെ ഒരു തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാകും എന്നുള്ള ഉറച്ച പ്രതീക്ഷ ഇപ്പോഴുണ്ടോ, ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ? ഉറപ്പായിട്ടുണ്ട്.
രഞ്ജിത്തിനെ മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കും എന്ന വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. കാരണം അത്രമാത്രം സങ്കീർണമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ശരിയായ നിലപാട് തന്നെ സ്വീകരിക്കും. രഞ്ജിത്തിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തും. പക്ഷേ അരുണ്, രാവിലെ മന്ത്രി പറഞ്ഞ കാര്യം താങ്കളും കേട്ടതാണല്ലോ. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഒരു പരാതി രേഖാമൂലം കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് രഞ്ജിത്തിനെ പോലെയുള്ള ഒരു പ്രതിഭയ്ക്കെതിരെ ഒരു അന്വേഷണം സാധ്യമാവുക, അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്ന് അത് ആരാവശ്യപ്പെട്ടാലും? ഇന്ത്യയിലൊരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ചാണല്ലോ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒരു അനുചിതമായ ഒരു പ്രസ്താവനയാണ് ഉണ്ടായത്. അത് നമുക്ക് കാലം തെളിയിക്കും എന്നാണ് കരുതുന്നത്. ഈ വിഷയത്തിലിപ്പോൾ റിട്ടേൺ കംപ്ലൈൻ്റ് ഒന്നും ആവശ്യമില്ല ഇതിന്മേൽ അന്വേഷണം നടത്താൻ. കാരണം ഒരു സ്ത്രീ അവരുടെ ഒരു ദുരനുഭവം, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഇന്ന ആൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്താം. അത് ക്രിമിനൽ ഒഫൻസ് തന്നെ ഇട്ടുകൊണ്ട് അന്വേഷണം നടത്താം. ആ വിഷയം നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അനുചിതമായ ഒരു പ്രസ്താവനയായിരുന്നു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ ഇത് മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടിയാണ് അരുൺ. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിയും അത് കോട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിലെന്ന്. പരാതിയില്ല എന്നുള്ള കാര്യം, പരാതി വന്നാൽ അന്വേഷിക്കാമെന്ന്. അപ്പോൾ മന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണല്ലോ. അത് നിങ്ങൾക്ക് എങ്ങനെ തിരുത്തിക്കാൻ കഴിയും? ഒരിക്കലുമില്ല. കാരണം ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും ഇതും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. രണ്ടിനെയും രണ്ടായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൻ്റെ പേരിൽ മാഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. ഒന്നാമത്തെ കാര്യം. കാരണം ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതിന്മേലുള്ള അന്വേഷണവും. അതിൽ തന്നെ പറയാനുള്ളത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളിൽ മാത്രം ഒതുങ്ങരുത് എന്ന അഭിപ്രായവും AIYF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചർച്ചകൾ ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമുണ്ട്, അതുപോലെ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട വിഷയമുണ്ട്. ഈ രണ്ട് വിഷയവും പരിഹരിക്കപ്പെടണം, രണ്ട് രീതിയിൽ തന്നെ പരിഹരിക്കപ്പെടണം എന്നുള്ള അഭിപ്രായമാണ് AIYFനുള്ളത്. അത് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം, രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിഷയം, ഒരു സ്ത്രീ, ഒരു കലാകാരി വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായും അന്വേഷണത്തിന് വിധേയമാകും. ബന്ധപ്പെട്ട ക്രിമിനൽ ഒഫൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ അന്വേഷണം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. അത് നടക്കും എന്ന പ്രത്യാശയാണ് ഉള്ളത്. അതിനോടൊപ്പം തന്നെ രഞ്ജിത്ത് മാറി നിന്ന് തന്നെ ആ അന്വേഷണം നടക്കും എന്നാണ് കരുതുന്നത്. അങ്ങനെയുള്ള വിവരങ്ങൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി അംഗം കൂടിയാണല്ലോ താങ്കൾ. അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്, രഞ്ജിത്ത് ഉടൻ രാജിവെക്കും എന്നുള്ളത്. അത് സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാനല്ല വ്യക്തമാക്കേണ്ടത്, അതിനെക്കുറിച്ച് ഞാനല്ല പറയേണ്ടത്. ശരി ശരി. പക്ഷേ സ്വാഭാവികമായും അത്തരത്തിലൊരു നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ഇപ്പോൾ നടി ഉഷ കൂടി ചേരുകയാണ്. ശ്രീമതി ഉഷ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം താങ്കൾ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. സിനിമാ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങൾ, അതുപോലെ ഈ മോശം അനുഭവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ താങ്കൾ പറയുകയും ഒരു നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളിൽ നിന്നുള്ള ഒരു നടി തന്നെ ഇങ്ങനെയൊരു പരാതി ഉന്നയിക്കുമ്പോൾ, ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ, അവർ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. ആ സമയത്തും രേഖാമൂലം പരാതി വേണം എന്നാവശ്യപ്പെടുകയാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാരിൻ്റെ നിലപാടും ഈ സംവിധായകൻ രഞ്ജിത്തിൻ്റെ കാര്യത്തിലുള്ള നിലപാടും ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം ഇല്ലല്ലോ. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? അല്ല, ഞാൻ ഈ രണ്ട് പേരുടെയും വാർത്താ സമ്മേളനം ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യം മുതൽ പറയുന്നത് തന്നെ, നമ്മൾ ഇതിൽ കുറ്റാരോപിതനായിട്ടുള്ള ഹേമ കമ്മിറ്റിയിലായാലും ഇപ്പോൾ ഈ ബംഗാളി നടി പറഞ്ഞ രഞ്ജിത്താണെങ്കിലും ആരാണെങ്കിലും അവർ നിയമത്തിൻ്റെ മുൻപിൽ വരണം. ഈ എന്തിനാണ് മറ്റവരുടെ പേര് പറയാതിരിക്കേണ്ടത്? ഈ നടിമാർ മൊഴി കൊടുത്ത പിന്നെ ആരാണോ അവരെ ചൂഷണം ചെയ്തതെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളവരെ എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആര് പ്രൊട്ടക്ട് ചെയ്യുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് അവരുടെ പേര് വരട്ടെ. ഇപ്പം മൊത്തം സിനിമ ഇൻഡസ്ട്രി മുഴുവനും ഇത് അവരാണോ ഇവരാണോ ആരാണ് എന്ന സംശയത്തിലാണ് മൊത്തം ഇൻഡസ്ട്രി. മാനവമര്യാദയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ജോലി ചെയ്ത് ജീവിക്കുന്നവർ കൂടെ കൂടിയതാണ്, എല്ലാവരും കൂടെ കൂടിയതല്ലേ സിനിമ. ചില ആൾക്കാർ, ചുരുക്കം ചില ആൾക്കാർ തെറ്റായ തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്ത ആൾക്കാരെ ആരാണെന്ന് വെച്ചാൽ അത് പുറത്തു കൊണ്ടുവരികയും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. ഞാൻ അപ്പോഴും പറയുന്നത്, എനിക്കിതിൻ്റെ നിയമവശങ്ങളൊന്നും അറിയില്ല. പക്ഷേ
അവർക്കെതിരെ കേസ് എടുക്കണമെങ്കിൽ കേസ് എടുക്കണം. ഈ പെൺകുട്ടികൾ പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ WCCയുടെ അവരാണല്ലോ ഇത്രയും കാര്യമായിട്ട് മുൻപോട്ട് വന്നത്. അപ്പോൾ അവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്തത് അത് തന്നെയാണ്. നിങ്ങൾ ആ പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഇനി ഈ രംഗത്ത് പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവരുത്. ഇവിടെ സുരക്ഷിതരായിട്ട് മാന്യമായിട്ട് ജോലി ചെയ്യണം. ഇപ്പം ജോലി ചെയ്യാൻ മാത്രമല്ല, ജോലി ചെയ്ത പൈസ പോലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വരണമെന്ന് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തൊരു അനുഭവമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനൊക്കെ ഒരു അന്ത്യം വരണമെന്നുണ്ടെങ്കിൽ ഈ തെറ്റ് ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. പിന്നെ രഞ്ജിത്താണെങ്കിലും മാറി നിന്ന് ഇപ്പോൾ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ആരോപണം വന്നപ്പോൾ ദിലീപിനെ ഞങ്ങളുടെ സംഘടന പുറത്താക്കി. മാറി നിന്നു. ഇത് പിന്നെ ഏതെങ്കിലും പോസ്റ്റിലിരിക്കുന്ന സർക്കാരിൻ്റെ പോസ്റ്റിലിരിക്കുന്നവരാണെങ്കിലും അതല്ലേ അതിൻ്റെ ശരി. അവർ മാറി നിൽക്കണം. അവർ നിരപരാധിയാണ്, അവരുടെ നിരപരാധിത്വം തെളിയിക്കണം. അതാണ് വേണ്ടത്. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഹേമ കമ്മിറ്റിയുടെ പിന്നെ റിപ്പോർട്ടിലുള്ളവരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരണം. പക്ഷേ ഈ അമ്മ ഇന്നലെ പ്രതികരിച്ചത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അമ്മയുടെ പ്രതികരണം ആ രീതിയിൽ മതിയോ? സിദ്ദിഖ് ഒരു ടാക്ടിക്കലായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചു എന്നുള്ള തോന്നൽ താങ്കൾക്ക് വന്നിട്ടുണ്ടോ? ഇതിപ്പോൾ അവിടെയും ഇവിടെയും ഒന്നും പറയാതെ ഒരേ സമയം ഞങ്ങൾ നടിമാർക്കൊപ്പമാണ്, ഇരകൾക്കൊപ്പമാണ് എന്ന് പറയുന്നതല്ലാതെ അതിലൊരു സത്യസന്ധത താങ്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? സത്യസന്ധത ഉണ്ടോന്നൊന്നും അല്ല. അങ്ങനെയല്ലായിരുന്നു പ്രതികരിക്കേണ്ടത്. വനിതകളെ പ്രതിനിധീകരിച്ച് പിന്നെ നമ്മളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആ കുട്ടി പറഞ്ഞതിനോടും വല്ലാത്ത വിഷമം തോന്നി. എന്തൊരു പ്രതികരണമാണ് നടത്തിയത്. ഇപ്പം ഞാൻ പറയുന്നു, എൻ്റെ മുറിയിൽ ആരും തട്ടിയിട്ടല്ല ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. എനിക്ക് അങ്ങനത്തെ മോശം ഒരുപാട് ഈ കുട്ടികൾ പറയുന്ന പോലുള്ള അനുഭവമൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടായി, ഞാൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രതികരിച്ചത് ഞാനൊരു കലാകാരി ആയതുകൊണ്ട്, ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന എൻ്റെ ഫീൽഡിലുള്ള കുട്ടികളുടെ കാര്യം, അവർ പറഞ്ഞ കാര്യം എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. എൻ്റെ ചുറ്റിപ്പറ്റിയുള്ളവർക്കും എനിക്ക് പരിചയമുള്ളവർക്കും ഞാൻ പ്രവർത്തിക്കുന്ന മേഖല ഇത്ര മോശപ്പെട്ട മേഖലയാണെങ്കിൽ നമ്മളും അത് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ സിനിമയിൽ പിടിച്ചു നിന്നിട്ടുള്ളതെന്നല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രവണത ആ കാര്യത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാതെ ആരാണോ കുറ്റക്കാർ അവരെ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് ഇത്തരം ജോമോൾ പറഞ്ഞതിനെ കുറിച്ചാണ്. നേരത്തെ എന്നോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു അത്. അപ്പോഴും ഞാൻ പറഞ്ഞത് തന്നെയാണ്, നമ്മളെ കമ്മിറ്റിയിൽ എപ്പോഴും ആവശ്യപ്പെടുന്നത് കുറച്ച് സീനിയറായിട്ടുള്ള ഗൗരവത്തോടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന, മുഖം നോക്കാതെ സംസാരിക്കുന്ന ആൾക്കാരെ വെക്കണം എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ടതും ഒക്കെ അത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ബാലിശമായിട്ടുള്ള പിന്നെ കമൻസ് വരില്ല. ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെ പോലും ഈ മോശമായി പെരുമാറി എന്ന രീതിയിലുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പരാതി എന്ന് പറയുന്നില്ല, കാരണം പറയുന്നതിന് എന്തെങ്കിലും ഒരു നന്മ വേണ്ടേ? 3-4 വർഷം മുമ്പ് ഓൾറെഡി വന്ന് അദ്ദേഹം റിജക്ട് ചെയ്ത അലിഗേഷൻ അല്ലേ? 21 പേർക്കെതിരെയാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഈ നാട്ടിലെ ഈ പുരുഷന്മാർക്ക് എല്ലാം എതിരെ ആരോപണം വന്ന് അങ്ങ് എല്ലാരെയും പീഡകരാക്കൂ. രഞ്ജിത്തിനെ ഞാൻ പീഡകൻ എന്ന് വിശേഷിപ്പിച്ചോ? പിന്നെ ഇപ്പൊ സിദ്ദിഖിനെതിരെ പറഞ്ഞതോ? സിദ്ദിഖിനെതിരെ ഒരാൾ പരാതി അല്ലല്ല, ഒരു ആരോപണവും അത് പരാതി എന്ന് പോലും ഞാൻ പറഞ്ഞില്ല. താങ്കൾ അതിൽ ഇടപെട്ടുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു ആരോപണം വന്നു എന്നാണ്. ശ്രീ സിദ്ദിഖിനെതിരെ മാത്രമല്ല 21 പേർക്കെതിരെ 3 വർഷം മുമ്പ് ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിച്ചു. ഒരു പ്രമുഖ സംവിധായകൻ തുടങ്ങി ഒരുപാട് പേർക്കെതിരെ. ഈ നാട്ടിലെ ആണുങ്ങൾക്ക് ജീവിക്കാനുള്ള സ്പേസ് ഉണ്ടാവണ്ടേ? ഏതെങ്കിലും ആരോപണം വന്നാൽ ആൾക്കാർ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ എവിടെ എത്തും നമ്മൾ? നാളെ മഞ്ജുഷിനെതിരെ വന്നൂടെ? രാഹുൽ ഈശ്വറിനെതിരെ വന്നൂടെ? വിനു കിരീത് സാറിനെതിരെ വന്നൂടെ? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്കെതിരെ വന്നൂടെ? അരുണിനെതിരെ വന്നൂടെ?
ഇതിൽ സത്യം വേണമെന്നൊരു കാര്യമില്ലേ? ഏഴ് ഞാൻ 40 ശ്രീമതി ഉഷയെ അഭിനന്ദിക്കുകയാണ്. കാര്യം ഉഷ വളരെ സംയമനത്തോടെയാണ് പറഞ്ഞത്. ആരോപണങ്ങൾ വന്നു, പക്ഷെ നമ്മൾ ഇത് ഓൾറെഡി വെളിപ്പെടുത്തലായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതിന് എന്താ അർത്ഥം? ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രഞ്ജിത്തിനെതിരെയുള്ള കാര്യത്തിലേക്ക് വരൂ ശ്രീ രാഹുൽ ഈശ്വർ. രഞ്ജിത്തിനെതിരെയുള്ള കാര്യത്തിൽ ഇപ്പോഴും മന്ത്രി പറയുന്ന ഒറ്റ കാര്യമാണ്, താങ്കൾ സജി ചെറിയാന്റെ ബൈറ്റ് ശ്രദ്ധിച്ചിരുന്നുവല്ലോ. അല്ലല്ല, അതിൽ അദ്ദേഹം പറയുന്നത് ഈ പരാതിയുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്, പരാതി ഇല്ലല്ലോ എന്ന്. അതിനെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും എടുക്കാം. ഈ കാര്യം ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ അത്രയും നാൾ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിൽ ആർക്കൊക്കെ എതിരെയാണ് പരാതികൾ എന്നുള്ള കാര്യം സർക്കാരിന് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇല്ല, സർക്കാരിൽ ഇല്ലെന്ന് തന്നെ വിചാരിക്കൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ അതിലുണ്ടെങ്കിൽ ഒരു ഏജൻസിയെ വിട്ടെങ്കിലും അന്വേഷിപ്പിക്കാൻ സർക്കാരിന് എന്തെങ്കിലും തടസ്സം അക്കാര്യത്തിലുണ്ടോ? FIR ഇടുന്ന കാര്യം ഞാൻ പറയുന്നില്ല. അല്ല, FIR എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. ഒരു അന്വേഷണം നടത്താൻ സർക്കാരിന് എന്ത് തടസ്സമായിരുന്നു ഉണ്ടായിരുന്നത്? അതേ രീതിയിൽ തന്നെയാണ് രഞ്ജിത്തിനെതിരെ പറയുന്നത്. എന്താണെന്നും കൂടെ പറയാം. അങ്ങ് എനിക്ക് 30 സെക്കൻഡ് തന്നാൽ മതി. ഒന്നാമത്തെ കാര്യം, ശ്രീ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട സർക്കിൾസിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. ശ്രീ രഞ്ജിത്ത് ബംഗാളി നടിക്കെതിരെ മാനനഷ്ട കേസിന് മൂവ് ചെയ്യുമെന്നാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റിന്റെ ടീമും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇഷ്ടവും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയിൽ വിശ്വസിക്കുന്നവരുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അവസാനമായി ലഭിച്ച വിവരം. 2, ശ്രീ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലായിരുന്നു. ഈ സ്ത്രീ പറഞ്ഞത് ഹോട്ടലിലാണെന്നാണ്. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാൻ കഴിയുന്ന കാര്യമാണല്ലോ. ശ്രീ രഞ്ജിത്ത് പറഞ്ഞു തന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ഇത് കണ്ടത്. DD നെസ്റ്റ് എന്ന് പറയുന്ന എറണാകുളത്തുള്ള സ്ഥലത്ത്. ഈ സ്ത്രീ പറഞ്ഞത് ഹോട്ടൽ നടക്കമുള്ള കാര്യമാണ്. അവിടെ ഇറങ്ങി ഓടി എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. ശങ്കർ രാമകൃഷ്ണനെ പോലെ പ്രമുഖനായ ഒരു എഴുത്തുകാരനും ഉണ്ടായിരുന്നു. ശ്രീ രഞ്ജിത്തിന്റെ മറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഉണ്ടായിരുന്നു. വെരിഫൈ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഒരു ആരോപണം വന്നു, പ്രത്യാരോപണം വന്നു, കൗണ്ടർ വന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് തീർച്ചയായും അന്വേഷണം വേണം. ആ അന്വേഷണം വേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അന്വേഷണം വരുന്നതിന് മുമ്പ് തന്നെ രഞ്ജിത്തിനെ മാറ്റി നിർത്തണമെന്നും ശ്രീ രഞ്ജിത്തിനെ പ്രതികൂട്ടി നിർത്തണമെന്നും പറയുന്നതിന് എന്തർത്ഥമാണ്? ഞാനൊരു വലതുപക്ഷക്കാരനാണ്, ശ്രീ രഞ്ജിത്ത് ഒരു ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് എനിക്ക് യോജിപ്പുമില്ല, ഐക്യവുമില്ല. പക്ഷേ ഒരു മനുഷ്യനോട് മിനിമം മര്യാദ കാണിക്കണ്ടേ? ഇനിയും ശ്രീ മഞ്ജുഷ് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ തന്നെയാണല്ലോ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. രാഹുലിനുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുത്തോളൂ. അല്ല, ഈ വിഷയത്തിൽ നമ്മുടെ രാജ്യത്ത് ചില മര്യാദകളുണ്ട്. ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ച, കേരളത്തിൽ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. PJ ജോസഫ് രാജിവെച്ച് ഏത് സാഹചര്യത്തിലാണ്? നീലലോഹിദാസ് നാടാർ രാജിവെച്ച് ഏത് സാഹചര്യത്തിലാണ്? ഇത്തരത്തിൽ ഒരു വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കലാകാരി തന്നെയാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അവരൊരു നുണ പറയും എന്ന് ഞാൻ കരുതുന്നില്ല. അതുമാത്രമല്ല, ജോഷി ജോസഫ് ലോകം അറിയുന്ന ഡോക്യുമെൻ്ററി ചലച്ചിത്രകാരനാണ്. ഈ മേഖലയിലുള്ള ആളുകൾക്ക് നന്നായിട്ടറിയാം. കൽക്കത്തയിൽ അധ്യാപകനാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. ഡോക്യുമെൻ്ററി മേക്കിങ്ങിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയായിട്ടുള്ള ജോഷി ജോസഫ് ഇത് യാഥാർത്ഥ്യമാണെന്നും താനാണെന്നും പോകാൻ സഹായിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസം ഇല്ല. എൻ്റെ കാര്യമല്ല ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മുടെ നാട്ടിലൊരു കീഴ്വഴക്കമുണ്ട്. നമ്മുടെ നാട്ടിൽ ചില അലിഖിതമായ ചട്ടങ്ങളുണ്ട്. ഇത്തരത്തിൽ ഒരു അന്വേഷണം വന്നാൽ ഈ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ശ്രീ രഞ്ജിത്ത് അന്വേഷണത്തെ നേരിടുന്നത് ശരിയല്ല. അന്വേഷണം പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഈ വിഷയത്തിൽ അന്വേഷണം നടന്നേ മതിയാകൂ നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് രഞ്ജിത്ത് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി ശരി വിനു കിരിയത്ത് കൂടിയുണ്ട്. വിനു കിരിയത്തുണ്ട്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ് ഉണ്ട്. മുഹമ്മദ് ഷായുടെ നിയമവശങ്ങൾ പറയും. വിനു കിരിയത്ത്, താങ്കളുടെ നിലപാട് ഇക്കാര്യത്തിൽ? രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇവിടെ ആണുങ്ങൾക്കും ജീവിക്കണ്ടേ. പക്ഷേ ഈ ആണുങ്ങളിൽ പ്രതിഭയ്ക്കും പ്രമുഖനും മാത്രമേ സ്ഥാനമുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ലേ? നോക്കൂ, ഇതിലും വലിയ പ്രമുഖനും പ്രതിഭയുമായിരുന്നു ബാലു മഹേന്ദ്ര, ജയിലിൽ കിടന്നു. പ്രമുഖനും പ്രതിഭയുമാണ് ദിലീപും ജയിലിൽ കിടന്നു. ഇവിടെ എന്താണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്? സിനിമയ്ക്കകത്ത് നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു വ്യക്തിയാണ് ശ്വേതാ മേനോനും ഉർവശിയെ പോലെ ഉള്ളവർ. എത്രയോ നാഷണൽ അവാർഡ് വാങ്ങിച്ച പ്രതിഭ തന്നെ എല്ലാവരും. അവരും എന്താണ് പറയുന്നത്? തൽക്കാലം രഞ്ജിത്ത് മാറി നിന്ന്. അത് മാന്യതയല്ലേ? അതല്ലേ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത്? നോക്കൂ, ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സ്വത്തല്ല. അത് കലാകാരന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള. നാളെ മറ്റൊരു മന്ത്രിസഭ വരുമ്പോൾ അത് അവരുടേതാവും. അപ്പോൾ രഞ്ജിത്ത് പോയാലും അവിടെ ചലച്ചിത്ര അക്കാദമി നടക്കും, നാളെയും സിനിമ നടക്കും. അപ്പം മാറി നിന്ന്, അതാണ് അതിൻ്റെ അന്തസ്സെന്ന് പറയുന്നത്. അതാണ്. പിന്നെ നോക്കൂ, അമ്മ എന്ന സംഘടനയെയും രഞ്ജിത്തിനെയും മാത്രമാണ് ഇപ്പോൾ നമ്മൾ കോർണർ ചെയ്തുകൊണ്ടിരിക്കണേ. അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളത് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനനുവദിക്കരുത്. ഈ 15 പേര് ആരൊക്കെയാണ്? എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്? ആ ടോപ്പിക്ക് ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല. പിന്നെ അമ്മ എന്ന സംഘടനയിൽ കുറേ മക്കളുണ്ട്, അവർക്കൊരു അച്ഛനുണ്ടെന്ന് ജഗദീഷ് തെളിയിച്ചു.
എനിക്ക് ജഗദീഷിനോട് ഞാൻ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. കാരണം അതാണ് ആർജവം. കാരണം അദ്ദേഹം ഒരു തലപ്പത്തിരിക്കുകയാണ് ഒരു സംഘടനയുടെ. അവിടെയുള്ള അംഗങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ജഗദീഷ് നിന്നതിനോട് സത്യം ജഗദീഷ് അല്ലാതെ വേറെ ആർക്കും അവിടെ ആ സ്ഥാനം ഇപ്പോൾ വഹിക്കാൻ അർഹതയില്ല എന്ന് ഞാൻ പറയുന്നു. ആരെങ്കിലുമൊക്കെ വേണ്ടേന്ന് എല്ലാവരെയും ഇത് വേണ്ടിയിട്ട്. രഞ്ജിത്ത് മാറി എന്നുകൊണ്ട് സിനിമാ ലോകം ഇടിഞ്ഞൊന്നും വീഴുമല്ലോ. രഞ്ജിത്തിൻ്റെ ഇമേജ് കൂടുകയുള്ളൂ അവിടെ. സർക്കാർ ഈ വാശി പിടിക്കരുത്. രഞ്ജിത്തിനെ മാറ്റി നിർത്തി ഒരു അന്വേഷണം. പിന്നെ അതോടൊപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിച്ചു വെച്ചതും വെട്ടിത്തിരുത്തതും ഒക്കെ അറിയാൻ ജനങ്ങൾക്ക്. കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണല്ലോ. അവരില്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയില്ല. മറ്റ് ഇൻഡസ്ട്രി പോലെയല്ല, ജനങ്ങളിൽ മാത്രം കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആയിരക്കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളും. പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ എല്ലാത്തിനും പുരുഷന്മാരെ പറയരുത്. സ്ത്രീകളുടെ ഭാഗത്തും നല്ല തെറ്റുകൾ അറിയാമല്ലോ. പലരും സമ്മതത്തോടു കൂടി അത്തരക്കാരെല്ലാം എപ്പോഴും വിജയിച്ചിട്ടേ ഉള്ളൂ. അല്ലാത്തവരും മാന്യമായി ജീവിക്കുന്ന പ്രശസ്തരില്ലേ സിനിമയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം പുരുഷന്മാരെ മാത്രം പറയാതെ ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന അന്വേഷിച്ചാൽ ഈ പ്രശ്നമൊക്കെ തീരും. അത് അന്വേഷിക്കാതെ ഈ രഞ്ജിത്തിലേക്കും ഇതിലേക്കും മാത്രം അമ്മയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ സിനിമാ മേഖലയിൽപ്പെട്ട പുരുഷനെയും സ്ത്രീയെയും അത് മാത്രമല്ല കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഉത്തരവിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ അവിടെ അമ്മയും പ്രതിക്കൂട്ടിലാണ്, ഫെഫ്കയും പ്രതിക്കൂട്ടിലാണ്. ചോദിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫെഫ്ക എന്നൊരു സംഘടന ഇവിടെ ഇല്ലേ? ഒരു സംവിധായകനെതിരെ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തൽ വരുമ്പോൾ മിണ്ടാതിരിക്കുന്നതാണോ ധാർമ്മികത എന്ന് ഫെഫ്കയുടെ അംഗമാണ്. ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. അല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ നേരെ തിരിച്ച് അമ്മയെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അല്ല, ഈ ബി ഉണ്ണികൃഷ്ണൻ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം. അത് നിങ്ങളാണ് ചോദിക്കുന്നത്. സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സംഘടനയുടെ തലപ്പത്ത് വേറെ പലരും ഉണ്ടല്ലോ, ജോസ് തോമസ് പലരും ഉണ്ടല്ലോ. പക്ഷേ എല്ലാ കാര്യത്തിലും ആദ്യം പ്രതികരിക്കുന്ന ആരാണ്? ബി ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തിന് സെലക്റ്റീവായിട്ട് പ്രതികരിക്കാനാണെങ്കിൽ ആ പ്രതികരണം വേണ്ട. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മൗനത്തിലാണെങ്കിൽ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നടി ഉർവശി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ സീനിയർ മോസ്റ്റ് എന്ന രീതിയിൽ തന്നെ മലയാള സിനിമയിലുള്ള ആളാണ് ഉർവശി. അപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചേ തീരൂ ഈ വിഷയത്തിൽ. ജഗദീഷ് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു ലേറ്റ് ആയതിനെ കുറിച്ച്. റിഹേഴ്സൽ അതൊക്കെ ഒരു ന്യായമല്ല. ശരിയാണ്, ആദ്യമേ അമ്മ പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ ഇഷ്യൂ കുറേയൊക്കെ മാറും. അതുപോലെ തന്നെ രഞ്ജിത്ത് ഈ ആൾ കത്തിക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അദ്ദേഹം ഒരു വലിയ കലാകാരൻ, നമ്മൾ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എപ്പോഴും പറയുന്നു, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇപ്പോൾ രഞ്ജിത്തിന്റെ കാര്യത്തിലും പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് രേഖാമൂലമുള്ള ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാണ്. അതിലും നിയമപരമായിട്ട് ചില ശരികളുണ്ടല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള വഴികളും ഇല്ല ഇതിലെന്നാണോ? എല്ലാ വഴികളും അടഞ്ഞിട്ടുണ്ട്. ഈ ആരോപണ വിധേയരെ കുറിച്ചുള്ള ഒരന്വേഷണവും നടക്കില്ല ഈ പരാതികൾ ഇല്ല എങ്കിൽ എന്നാണോ? ആ രീതിയിലുള്ള വ്യാഖ്യാനം സാധ്യമാണോ? മറ്റു വഴികൾ സർക്കാരിന് തേടാമല്ലോ. രഞ്ജിത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഒരു സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്നയാളാണ്. അദ്ദേഹം മാറി നിന്ന് അന്വേഷണം നേരിടുന്നതല്ലേ ഉചിതം? അന്വേഷണം തീരുമാനിക്കപ്പെട്ടാൽ അന്വേഷിക്കപ്പെടുന്നയാള് പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം നടത്തുന്ന ഉചിതമല്ല, മാറി തന്നെ മതിയാവും. മഞ്ജുഷ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, സർക്കാർ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് നടത്തേണ്ടതുണ്ടോ, അങ്ങനെ നടത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ നിയമപരമായ അഭിപ്രായം, ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്നു. ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ജോലി സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് പരിഹരിക്കാനുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എലാബറേറ്റായി ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെക്കുന്നു. എക്സ്പെർട്ട് കമ്മിറ്റി തെളിവുകളെടുക്കുന്നു. ആ തെളിവെടുക്കുന്ന സമയത്ത് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ കയ്യിൽ കുറേ മൊഴികൾ വരുന്നു, കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നു, ഇൻക്രിമിനേറ്റിംഗ് ആയ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നു. ചില ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് 354 സീരീസും 376 സീരീസുമായിട്ട് വരുന്ന കുറേ ഒഫൻസസ് കമ്മിറ്റ് ചെയ്യുന്നതിന്റെ ഇൻഗ്രീഡിയൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നു. ആ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം കുറേ തെളിവുകൾ, ചില വാട്സപ്പ് മെസ്സേജുകളും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ കിട്ടുന്നു. അത് പൂർണ്ണമായി ഇതിനകത്തില്ല, റിപ്പോർട്ടില്ലെങ്കിലും അങ്ങനെയൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നത് ആ കമ്മിറ്റി കൺഫേം ചെയ്യുന്നു, റിപ്പോർട്ടിൽ അത് പറയുന്നു. അടുത്ത ചോദ്യം, ഈ കണ്ടൻസ് വെദർ it amounts to an information of commission of a cognizable offense. എന്റെ ചോദ്യം, ഈ ഇൻഫർമേഷൻസ് ഒരു കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതിന്റെ ഇൻഫർമേഷനായി അത് കണക്കാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇൻഫർമേഷനായി അത് കണക്കാക്കിയാൽ പോലീസിന്റെ ഉത്തരവാദിത്വം അതിലൊരു ക്രൈം എടുക്കലല്ലേ എന്ന ചോദ്യത്തിന് എൻ്റെ മറുപടി, ആ തെളിവുകളും ആ മൊഴികളുമൊക്കെ
ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു കണ്ട് കാണിക്കുന്ന തെളിവുകൾ തന്നെയാണ്. ആ ഇൻഫർമേഷൻ തന്നെയാണ് അതിനെ ബേസ് ചെയ്ത് പോലീസിന് മുന്നോട്ട് പോകാം. ആ മുന്നോട്ട് പോകുമ്പോൾ തെളിവുകളായി വന്ന വാട്സപ്പ് മെസ്സേജുകളൊക്കെ അല്ലെ വാട്സപ്പിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ആര് അയച്ചു കൊടുത്തു എന്ന് കാണിക്കാൻ ഉതകുന്നതായിരിക്കാം. അങ്ങനെയെങ്കിൽ അത് ആർക്കയച്ചു എന്ന് കാണിക്കുന്നത് തെളിവുകളുണ്ടാകാം. അതിന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ നമ്പർ ഹോൾഡർ, അതായത് ഈ ടെലിഫോൺ നമ്പർ ഹോൾഡറെ ആയിട്ടുള്ള ആളുടെ പ്രതി ചേർത്തുകൊണ്ട്, അതുപോലെ തന്നെ ഈ ആർക്കാണോ അയച്ചത് അവരിലേക്ക് അവരാണ് വിക്ടിം. ഇവിടെ ഒരു കുഴപ്പം ഇത്രേ ഉള്ളൂ, ഏതൊരു ക്രിമിനൽ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിലായാലും അതിന്റെ ട്രയലിലായാലും ഈ 354, 376 തുടങ്ങിയ റേപ്പ്, ഔട്ടേജിങ് ദ മോഡസ്റ്റി തുടങ്ങിയ വിഷയത്തിൽ വരുമ്പോൾ അവിടെ ഒരു വിക്ടിം ഉണ്ടാകും. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഒഫൻസിന്റെ ഇൻഗ്രീഡിയന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട, അത് തുറന്നു പറയേണ്ട, എനിക്കൊരു എന്റെ മോഡസ്റ്റി ഔട്ട്റേജ് ചെയ്തു എന്ന് പറയേണ്ടത് ഔട്ട്റേജ് ചെയ്യപ്പെട്ടയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഔട്ട്റേജ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ മൊഴി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ സഹകരണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടി വരും. കൺസെന്റിന്റെ ക്വസ്റ്റ്യൻ, ഉദാഹരണത്തിന് ഇപ്പോൾ മൈനറായ ഒരു കുട്ടിയാണെങ്കിൽ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് കൺസെന്റ്. കാരണം അത് പിന്നെ ഇപ്പോൾ നമുക്കറിയാം, പിന്നെ ചൈൽഡ് ലൈനിലൊക്കെ പോയിട്ട് അവർക്ക് ആ ഒഫൻസിലേക്ക് നേരിട്ട് അവർക്ക് പോകാം. പക്ഷെ മറ്റൊന്ന്, കൺസെന്റിന്റെ ക്വസ്റ്റ്യൻ 376 വരുമ്പോൾ അവരുടെ മൊഴി, വിക്ടിമിന്റെ മൊഴി മെറ്റീരിയൽ ആവുകയാണ്. വിക്ടിം ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്നു, കൺസെന്റഡ് അല്ലാത്ത കോയർഷൻ വഴി, അൺഡു ഇൻഫ്ലുവൻസ് വഴി, ഫിയറിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഒരു റിട്ടൺ ഫോമില് ഒരു മൊഴിയായി പോലീസ് എടുത്ത് അതിൽ അവർ കൺഫേം ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതികളിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ അതിന് സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തി ഇക്കാര്യത്തിൽ വേണമല്ലോ. നിയമപരമായി നോക്കുമ്പോൾ ഈ പരാതി അവിടെ മസ്റ്റാണ്. പക്ഷേ സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആദ്യം അന്വേഷണം നടത്തിക്കാം. ഈ മൊഴി കൊടുക്കുവാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് ഇവർക്ക് ബോധ്യമാകണമല്ലോ, ഈ പരാതി പറയുന്നവർക്ക്. കാരണം അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവർക്ക് രഹസ്യമായി പോയി ഇവിടെ ഈ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകുവാണ്ടി വന്നത്. അവിടെ സിനിമാ സംഘടനകൾക്ക് മുന്നിൽ പോലും പരാതി നൽകിയവരുമുണ്ട്, നൽകാത്തവരുമുണ്ട്. മടിച്ചതിന് കാരണം പേടി കാരണമാണ്, വിലക്ക് വരുന്നു എന്നുള്ള പേടി കാരണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയി മൊഴി കൊടുത്തവരോട് വീണ്ടും പരാതി നൽകുവാൻ ആവശ്യപ്പെടുകയല്ലല്ലോ സർക്കാർ ചെയ്യേണ്ടത്. അല്ല, ഞാൻ പറയുന്നത് സർക്കാർ ചെയ്യുന്നത്, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ആക്ഷേപമുണ്ട്. സർക്കാർ അതിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുകയാണ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട്. അതൊക്കെ തെറ്റായ കാര്യമാണ്. ഞാൻ പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് കേസ്, ഇപ്പോൾ 50 കേസ് ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരു പർട്ടിക്കുലർ കേസിൽ വിക്ടിം പൂർണ്ണമായും ഇതിനോട് സഹകരിക്കും. പോലീസ് ക്രൈം എടുക്കാനുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു, ക്രൈം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വിക്ടിം അതിനോട് സഹകരിച്ചാൽ അവിടെ ഒരു പ്രോസിക്യൂഷൻ പ്രോപ്പറായിട്ട് നടക്കും, ഒരു ട്രയൽ, ഒരു കൺവിക്ഷൻ കിട്ടും. വിക്ടിം അതിനോട് സഹകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആ ക്രൈം ഒരു റെഫർ ചാർജിൽ പോയി അവസാനിക്കും. ആ റെഫർ ചാർജിലേക്ക് അവസാനിപ്പിക്കുമ്പോൾ ഇതൊക്കെ തെറ്റായ കാര്യമാണ് എന്ന ആക്ഷേപം വരും. അതുകൊണ്ട് നമ്മൾ പൊതുസമൂഹം, അഭിഭാഷകരായാലും മീഡിയാസ് ആയാലും പോലീസായാലും പൊതുസമൂഹമൊക്കെ അത്തരം വിക്ടിംസിന് കോൺഫിഡൻസ് കൊടുക്കണം. കാരണം വാട്ട് എവർ യു സെഡ് ബിഫോർ ദി കമ്മിറ്റി യു ക്യാൻ ഗിവ് ഇറ്റ് ടു ദ പോലീസ് ഓൾസോ. എന്നിട്ട് അവർക്ക് അതിനെന്താ പറഞ്ഞ അതിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാനുള്ള പ്രൊവിഷൻസ് നമുക്കുണ്ട്. ശരിയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ ഇവരെ സാധിച്ചിട്ടില്ല രാഹുൽ ഈശ്വർ. അത് മാത്രമല്ല, ഈ രഞ്ജിത്തിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് ഷാ താങ്കളുടെ ഒരു നിലപാട്? മഞ്ജുഷ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മുഹമ്മദ് ഷാ സാറിനോടാണ്. അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനത്തിന്റെ 10,000-1 എനിക്കില്ല സാർ. 2 കാര്യങ്ങൾ. ഒന്ന്, 1977 കർണാടക എൻക്വയറി കമ്മീഷന്റെ കേസിൽ സുപ്രീം കോടതി 8B എന്ന സെക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് തന്നെ 1988 കിരൺ ബേദി കേസിലും പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷന് ഹാനികരമായ ഒരു കാര്യം ഒരു റിപ്പോർട്ടിലുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പോ ആ റിപ്പോർട്ട് എക്സ്പോസ് ചെയ്യുന്നതിന് മുമ്പോ അയാളുടെ നിലപാട് കൂടെ കേൾക്കണം. അങ്ങ് ഈ പറഞ്ഞതുപോലെ ഒരു പുരുഷനെതിരെ ഒരു ആരോപണം വന്നു, അവസാനം നമ്മുടെ മീഡിയക്കാരെ എടുത്തിട്ട് അലക്കി, അവസാനം വ്യാജ ആരോപണമാണ്, ഈ പെൺകുട്ടിക്ക് കേസ് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അയാൾക്ക് സംഭവിച്ച സമൂഹത്തിലെ മാനഹാനിക്ക്
അയാൾക്കെതിരെ സംഭവിച്ച വ്യാജ പരാതിക്ക് ആര് സമാധാനം പറയും? അങ്ങനെ ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും കഴിഞ്ഞ 6-8 മാസത്തിൽ നമ്മൾ 2 പേരെ കാണുകയുണ്ടായി. അവസാനം കോടതികൾ പോലും ഇയാൾക്ക്, അതായത് മറുഭാഗം പോലും നോക്കാതെ ജാമ്യം കൊടുക്കുകയും അവരെ കോടതികൾ സംരക്ഷിക്കുകയും ചെയ്തു. കൺസെന്റോടുകൂടി ഒരു റിലേഷൻഷിപ്പ് പോയതിനു ശേഷം പിന്നീട് വ്യാജ പരാതി കൊടുത്തതാണെന്ന് കണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും വലിയ വിക്ടിമല്ലേ? ഒരു കമ്മീഷന് മുമ്പിൽ പരാതി സരിത കൊടുത്തിട്ടും അവസാനം ഉമ്മൻചാണ്ടി സാറിനെ എത്രമാത്രം അവഹേളിച്ചു, അധിക്ഷേപിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ എത്രമാത്രം അധിക്ഷേപിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ ഗതി ബാക്കിയുള്ളവർക്ക് വരാൻ കൂടി ഇത് ഇടയാകില്ലേ? അല്ല, രാഹുൽ ചോദിച്ചത് വളരെ റിലവൻ്റായ ക്വസ്റ്റ്യനാണ്. ഒരാൾക്കെതിരെ വ്യാജമായ ഒരു ആരോപണം ഒരാൾ ഉന്നയിച്ചാൽ, അങ്ങനെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് അവരെ മോശപ്പെടുത്തിയാൽ അവർക്കുണ്ടാകുന്ന ഡിഫമേഷൻ ഒരു വലിയ സീരിയസ് ഇഷ്യൂ തന്നെയാണ്. പക്ഷേ എന്നതുകൊണ്ട് ഒരാൾക്കൊരു വിക്ടിമിന് ഒരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ ആ ഗ്രീവൻസ് അഡ്രസ്സ് ചെയ്യേണ്ടതില്ല നമുക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ഗ്രീവൻസ് അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ചിലതൊക്കെ വ്യാജമാകാം, ചിലതൊക്കെ ഒറിജിനലായി സംഭവിച്ചതുമാകാം. സംഭവിച്ചതിന്റെ ശരി തെറ്റുകൾ പരിശോധിക്കണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരും. ആ ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യണോ ഈ കേസിൽ എന്ന് ചോദിച്ചാൽ, ഒരു എക്സ്പെർട്ട് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ഗവൺമെന്റ് ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ കണ്ടന്റ്സിന് ഒരു ഇൻഫർമേഷനായി കണക്കാക്കിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അങ്ങനെ ഒന്ന് പ്രൊസീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് വിക്ടിം പറഞ്ഞാൽ അവിടെ പിന്നെ അബ്യൂസ് ഓഫ് പ്രോസസ്സായി വേണ്ടാന്ന് വെക്കാം. പക്ഷെ അങ്ങനെ ഒന്നിലേക്ക് ഉറച്ചു നിൽക്കുന്ന ഒരു വിക്ടിം ഉണ്ടെങ്കിൽ അന്വേഷണത്തിലല്ലേ അറിയാൻ പറ്റുകയുള്ളൂ. അവർ പേടിക്കുന്നുണ്ട്, അല്ലെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് അവർ പറയാതിരിക്കുന്നതിന് കാരണമെങ്കിൽ അതിന് നമ്മളൊക്കെ ഉത്തരവാദിയല്ലേ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ രാജ്യത്ത്. ശരിയാണ്. അത് ഉഷ കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി അത് പറയും. ഉഷ ഇതെല്ലാം ഈ പേടി കാരണം തന്നെയല്ലേ ഈ പരാതിയുമായിട്ട് രംഗത്തെത്താൻ പറ്റാതെ പോകുന്നത്? പരാതിത എന്ന് പറയുമ്പോഴും ഒരു പരാതിയുമായിട്ട് ഇനിയെങ്ങാനും പോലീസിനെ സമീപിച്ചാൽ അത് വീണ്ടും പ്രശ്നമാകുമല്ലോ എന്നുള്ള തോന്നൽ ഈ കമ്മിറ്റി മുൻപാകെ മൊഴി കൊടുത്ത ആളുകൾക്കുണ്ടാകുമല്ലോ. അതല്ലേ അവരെ അതിൽ നിന്ന് തടയുന്നത്? എന്നോടാണോ? അതെ അതെ, എന്നോടാണോ ചോദിച്ചത്? അതെ അതെ ഉഷ. തീർച്ചയായിട്ടും അവർക്ക് പേടിയുണ്ടാവും. തീർച്ചയായിട്ടും പേടിയുണ്ടാവും. അത് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെടുന്നതും. പരാതിത എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഞങ്ങളും പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ പേടിക്കാതെ പരാതി കൊടുക്കൂ. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് അതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്. എനിക്ക് നിയമവശങ്ങളൊന്നും അറിയില്ല. എങ്കിലും പരാതി കൊടുക്കാത്തടത്തോളം കാലം ആ കേസുമായിട്ട് ആ കുട്ടി മുൻപോട്ട് പോയില്ലെങ്കിൽ ഇത് വെറുതെയാണെന്നല്ലേ വരുള്ളൂ. അത് റെഫർ ചെയ്ത് കളയുന്ന സ്ഥിതി ഉണ്ടാവും. അതിനേക്കാളും നല്ല അവരിത്രയും അനുഭവിച്ച പെൺകുട്ടികൾ, മൊഴി കൊടുത്ത കുട്ടികൾ പേടിക്കാതെ, അവരുടെ പേരൊന്നും പുറത്തു വരില്ലല്ലോ. അവരും തീരുമാനിക്കേണ്ടത് ഇനി ഇങ്ങനെ ഒരു സാഹചര്യം ഒരു പെൺകുട്ടികൾക്ക് ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ട് അവർ വന്നും ധൈര്യപൂർവ്വം മൊഴി കൊടുക്കണം. പക്ഷെ അത് അത്രയ്ക്ക് നല്ല ആത്മവിശ്വാസം വേണം. അല്ല, അതത്ര ആര് വിചാരിച്ചാലും ഞാൻ പറയട്ടെ, ആര് വിചാരിച്ചാലും നമുക്ക് കിട്ടാൻ, നമ്മുടെ തലയിൽ എഴുതിയത് നമുക്കുണ്ടാവും. ഇപ്പൊ അവസരമാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും നമ്മുടെ തലയിൽ ദൈവം വിധിച്ചത് നമുക്കുണ്ടാവും. അങ്ങനെ ഒരു ആത്മവിശ്വാസം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാം. ഈ സിനിമ അഭിനയിച്ച് മാത്രം ജീവിക്കണമെന്നില്ലല്ലോ. നമുക്ക് ഏത് ജോലിയും ചെയ്ത് ജീവിക്കാം. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും പരാതി കൊടുക്കുന്നതിന് മടിക്കില്ല. കാരണം അവരുടെ പേരൊന്നും പുറത്തു വരുന്നില്ല. പിന്നെ പേടിക്കേണ്ട കാര്യം എന്താണ്? ധൈര്യപൂർവ്വം പെൺകുട്ടികൾ പരാതി കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനോട് അനുകൂലിക്കുന്നുണ്ട്. ഒരിക്കലും ഉഷ, ഞാൻ മുമ്പ് ഉഷയെക്കുറിച്ച് പറഞ്ഞോട്ടെ. ഉഷയൊന്നും ഒരിക്കലും സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചൊരു കുട്ടിയൊന്നും ആയിരിക്കില്ല. കാരണം ആലപ്പിയിൽ യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടക്കുമ്പോൾ നാടോടി നൃത്തം കളിച്ച് പ്രേക്ഷകർ കൈയടിച്ച് സകല സിനിമാക്കാരും കുട്ടി സിനിമയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അവിടെ വെച്ചാണ് ഞാൻ അന്ന് ഉഷയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നീട് ഉഷ സിനിമയിലേക്ക് വരുന്നത് എൻ്റെയും കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സിനിമയിൽ വന്നതിന് ശേഷം അവർക്കിത് പറയാനുള്ള ആധികാരികതയുണ്ട്. പക്ഷേ ഉഷ പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ തിരുത്തി പറയുകയാണ്. ഉഷ പറഞ്ഞില്ലേ പരാതി കൊടുക്കണം, പുറത്തു വരില്ല എന്ന്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിൽ കയറി നിൽക്കുന്നവർക്കേ അതിൻ്റെ വേദന അറിയുള്ളൂ. പബ്ലിക് അവിടെ ഇടിച്ച് കയറും കോടതിയിൽ ഇത് കാണാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ ചാനൽ ഉൾപ്പെടെ ക്യാമറയുമായിട്ട് ഇവരുടെ പുറകെ പോവും. പിന്നെ ആര് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു മനുഷ്യനും പറയില്ല. ഹേമ കമ്മിറ്റിയിലുള്ള പരാതിയിൽ പോലും ആരൊക്കെ പീഡിപ്പിക്കപ്പെട്ടു എന്നല്ല പറയണേ, പീഡിപ്പിച്ചവരുടെ പേരാണ് പറയുന്നത്. ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു മനുഷ്യനും പറയില്ലല്ലോ. കാരണം അവർക്ക് നാളെ സമൂഹത്തിൽ ജീവിക്കണ്ടേ.
അതുകൊണ്ട് അവരത് രഹസ്യമായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോമൺ ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് ഇവർ WCC കൊടുത്തിരിക്കുന്നത് സിനിമയിലെ എല്ലാവരുടെ അല്ല, ഒരു 80% പേരുടെ അനുഭവമാണെങ്കിൽ ആ 80% പേര് ആരെന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നാറുകയുള്ള ഇൻഡസ്ട്രി. അവർക്ക് നാളെ വെളിയിറങ്ങി നടക്കണ്ടേ? ഇനി ഇവരെല്ലാം സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവരായിരിക്കില്ല, ബെൻസ് കാറിലും മറ്റും പോകുന്നതല്ല, ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുന്നവർ കാണും. പരാതി പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അവർക്കും ജീവിക്കണം. അതുകൊണ്ട് പറയാൻ പറ്റുന്ന വലിയ പ്രയാസമാണ്. പക്ഷേ അതേ ഇത് പുരുഷനുമുണ്ട്. അതാണ് രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞത്, പുരുഷന്മാർക്കും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു സൊല്യൂഷൻ എന്ന് ഞാൻ നേരത്തെ പറയുന്നത് ഒറ്റയടിക്ക് തീർക്കാം. ഒരു ക്യാമറയുമായിട്ട് മൊത്തം പുരുഷന്മാരുടെ ചെല്ലുക, അവരൊക്കെ പറയും അന്വേഷിക്കണം, പെണ്ണുങ്ങളുടെ അടുത്ത് പോകാൻ ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടില്ല എന്ന് എല്ലാവരും പറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇതൊരു ഇതായിട്ട് മാറും. അങ്ങനെയല്ല വേണ്ടത്. സർക്കാർ ഈ രഞ്ജിത്തിനെ ഫോക്കസ് ചെയ്യുന്നതിനോട് എനിക്ക് അദ്ദേഹം രാജിവെക്കണം, അത് യാതൊരു സംശയമില്ല. കാരണം കാരണം എന്താണ്, അന്യസംസ്ഥാന തൊഴിലാളിയെ അതിഥി തൊഴിലാളി എന്നെ വിളിക്കാവൂ എന്ന് പറയുന്ന ഒരു സർക്കാരാണ്. ഇവരതിഥിയാണ് മലയാളത്തിലേക്ക് വന്നത് അഭിനയിക്കാൻ. സിനിമ ഇൻഡസ്ട്രിയും ഒരു തൊഴിൽ മേഖലയാണ്. അവിടെ വന്നൊരു അതിഥിക്ക് ഈ നീതിയാണോ നമ്മൾ കൊടുക്കേണ്ടത്? അപ്പോൾ സർക്കാർ അതാണ് ആദ്യം പറയേണ്ടത്. അപ്പം സ്ത്രീ സുരക്ഷയെ ഏറ്റവും കൂടുതൽ പറയുന്നു, വനിതാ മതിലൊക്കെ കെട്ടുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിലെ ഒരു അംഗമാണ് രഞ്ജിത്ത്. അപ്പോൾ മൊത്തത്തിന് വേണ്ടി നിൽക്കണം, അല്ല ഒരു രഞ്ജിത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ MA ഷഹനാസ് ഉണ്ട്. അവർ ഈ രഞ്ജിത്തിനെതിരെ മുൻപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളതാണ്. രഞ്ജിത്ത് മദ്യപിച്ച ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ വന്നിരുന്നു എന്ന് പറഞ്ഞ് അത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അവർ അവതരിപ്പിച്ചതാണ്. ഇപ്പോൾ അവർ ഈ വിഷയം ബംഗാളിൽ നിന്നുള്ള ശ്രീലേഖ മിത്ര ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം അവർ വീണ്ടും തൻ്റെ ഈ പഴയ കാര്യം ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് എത്തിയിരുന്നു. ഷഹനാസ്, ഈ നേരത്തെ രഞ്ജിത്ത് ഒരു പ്രധാന ചടങ്ങിൽ മദ്യപിച്ചെത്തി എന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞയാളാണ് താങ്കൾ. അന്നൊരു പരാതിയൊന്നും ആയിരുന്നില്ല അത്. ഇപ്പോൾ പക്ഷേ ഈ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു രഞ്ജിത്തിനെതിരെ. പക്ഷേ അദ്ദേഹം പ്രതിഭയുള്ളയാളാണ് എന്നാണ് സാംസ്കാരിക മന്ത്രി പറയുന്നത്. രഞ്ജിത്തിനെ മാറ്റി നിർത്തുന്നതിൽ സർക്കാർ ആരെ പേടിക്കുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, 15 മിനിറ്റ് ലൈംഗിക താല്പര്യത്തോടു കൂടി ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ നോക്കിയാൽ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പുള്ള ഈ നമ്മുടെ കേരളത്തിൽ, അതല്ലെങ്കിൽ ഒരു സ്ത്രീ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞാൽ കേസെടുക്കാനുള്ള നിയമവ്യവസ്ഥതയുള്ള നമ്മുടെ നാട്ടിൽ നമ്മുടെ സാംസ്കാരിക മന്ത്രി പറയാണ്, തുറന്നു പറച്ചിൽ, മുഖം മറയ്ക്കാതെയും പേര് മറയ്ക്കാതെയും തുറന്നു പറച്ചിൽ നടത്തിയ യുവതിക്ക് അവർ നിയമപരമായിട്ട് അതിനെ നേരിടട്ടെ എന്ന് പറയുകയാണ്. അതും ആലോചിക്കേണ്ടത്, ഗവൺമെൻറ് തന്നെ നിയോഗിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനോടനുബന്ധിച്ച് പല തുറന്നു പറച്ചിലുകളും സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ പറയുമ്പോൾ, അതായത് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അറിയാമെന്നിരിക്കെ നമ്മുടെ സാംസ്കാരിക മേഖലയിലെ മന്ത്രി തന്നെ പറയുകയാണ് അത് കേസെടുക്കാൻ നിർവാഹമില്ല, രഞ്ജിത്ത് പ്രഗത്ഭനായ വ്യക്തിയാണ് എന്ന്. രഞ്ജിത്ത് പ്രഗത്ഭനായ വ്യക്തിയല്ല എന്നോ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നല്ലതല്ല എന്നോ ഒന്നും ഇവിടെ ആരും സ്ഥാപിക്കുന്നില്ല, അതിനെ ആരും നിഷേധിക്കുന്നുമില്ല. പക്ഷേ രഞ്ജിത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാനുള്ളതല്ല സ്ത്രീകൾ അവരുടെ ചൂഷണം ചെയ്യാനുള്ളതല്ല എന്ന് സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക മന്ത്രി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ ഇരുന്ന ഒരു ഇരിപ്പിടമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റേത്. ആ സ്ഥലത്ത് ഇരിക്കാൻ ഒട്ടും യോഗ്യതയില്ല എന്ന് സ്വയമേ മനസ്സിലാക്കി അവിടെ നിന്ന് ഇറങ്ങാനുള്ള അന്തസ്സെങ്കിലും ശ്രീ രഞ്ജിത്ത് കാണിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ രഞ്ജിത്തിനെ കുറിച്ച് മുൻപ് തന്നെ താങ്കൾ തുറന്നു പറഞ്ഞതാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അന്നത്തെ സാഹചര്യം എന്തായിരുന്നു? താങ്കൾക്ക് ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ നടത്തിയതിന് ഒരു പിന്തുണ കിട്ടിയിരുന്നോ? രഞ്ജിത്തിന്റെ കാര്യമാണ് പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശ്രീ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരിക്കെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടത്തിയ ഒരു പരിപാടിയിൽ, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ഞാനും അതിഥിയായിരുന്നു. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് അത്രയും ഒരു പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ മദ്യപിച്ച് ലെക്ക് കൊട്ടുകൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് ആ സമയത്ത് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു ഇടമെന്ന് പറയുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ ആണെന്ന് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട്. അന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. അതൊരു പരാതിയായിട്ടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെ പ്രതികരിക്കാനും പരാതി കൊടുക്കാനും തുടങ്ങിയാൽ പിന്നെ ഒരു രക്ഷയില്ല. നമ്മൾ ഈ കാണുന്നവർക്ക് മുഴുവൻ നമ്മൾ ഇടപെടുന്ന മേഖലയിലൊക്കെ നമുക്ക് ഇതിനെ നേരെ ഉണ്ടാവുള്ളൂ.
അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴാണ് ഓരോ സ്ത്രീയും തുറന്നു പറയുന്നതും പ്രതികരിക്കുന്നതും പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നും മനസ്സിലാക്കാനെങ്കിൽ ഈ സമൂഹം തയ്യാറാവണമെന്നാണ് പറയുന്നത്. അല്ലാതെ പരാതി നൽകുന്ന ഒരു സ്ത്രീ അവരെ സ്വഭാവഹത്യ നടത്തുക, അവർ മോശപ്പെട്ട സ്ത്രീയാണെന്ന് പറയാം. ഇന്നലെ അമ്മയുടെ ഒരു പ്രസ് മീറ്റിംഗ് ഉള്ളപ്പോൾ അതിൽ തന്നെ ഒരു സ്ത്രീ പറയുന്നു, എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവരുത് എന്നോ അല്ലെങ്കിൽ ഉണ്ടായേക്കാമെന്നുള്ളതിനെയോ തിരുത്തി കളയുന്ന ഒന്നാവരുത്. അവരോട് പെരുമാറിയിട്ടില്ല എന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അതിനെ ഒരു പ്രഹസനമാക്കി കളയുന്നത് വളരെ മോശമായ കാര്യമാണ്. ഇപ്പോൾ ഈ അവരെയൊക്കെ കൊണ്ട് ഇരുത്തിച്ചിട്ട് സ്ത്രീകളെ കൊണ്ട് ഇരുത്തിട്ട് അങ്ങനെയാണെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഇപ്പോൾ ഇവിടെ ഈ ബംഗാളി നടിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ചർച്ചയിൽ പൊതുവായ ഒരു അഭിപ്രായം വന്നത് രാഹുൽ ഒഴികെയുള്ള ആളുകൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇവർക്കൊരു കോൺഫിഡൻസ് നൽകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പരാതി പറയാൻ മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടല്ലോ രേഖാമൂലം, അവർക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടല്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു കമ്മിറ്റി നിയോഗിക്കുമ്പോഴും അതിൻ്റെ റിപ്പോർട്ടുകൾ 4 വർഷമെടുത്ത് അതിൻ്റെ റിപ്പോർട്ടുകൾ അറിയാത്തവരൊന്നുമല്ല ഈ സാംസ്കാരിക മന്ത്രിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആളുകളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർക്കിതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായ ധാരണകൾ ഇവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നിപ്പം ഇങ്ങനെ ഒരു രാജി വെക്കണം ഒരു സ്ത്രീ തുറന്നു പറയുമ്പോൾ പോലും കേരളത്തിലെ സാംസ്കാരിക മന്ത്രി പറയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒരാളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റി പ്രകാരമാണ് ഇവരുടെ തുറന്നു പറച്ചിലുകൾ നടത്തുന്നത്. അപ്പോൾ പോലും ഈ സ്ത്രീ ആ ലേഡി തന്നെ പറയുന്നുണ്ട് ഞാനൊരു ഇടതുപക്ഷക്കാരിയാണ് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പം ഒരു സ്ത്രീ ഒരു പ്രശ്നം തുറന്നു പറയുമ്പോൾ അവരെ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്കൊപ്പം നിൽക്കാതെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വനിതാ മതിലും മറ്റ് നവോത്ഥാന കേരളം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിൽ എന്തർത്ഥാണ്? സാംസ്കാരിക ഇടമെന്ന പേരിൽ അന്യഭാഷയിലുണ്ടായിരുന്ന IPC-യിലോ ഭാരതീയ ന്യായ സംഹിതയിലോ ഇല്ല. നമ്മൾ തിരിച്ചറിയണം. 15 മിനിറ്റ് നോക്കിയാൽ, അതായത് യഥാർത്ഥത്തിൽ ഋഷിരാജ് സിംഗ് സാർ ഒരു ഗുമ്മിന് വേണ്ടി ഒരു പവറിന് വേണ്ടി പറഞ്ഞതാണ് 14 സെക്കൻഡ് ഒരു കുട്ടിയെ നോക്കിയാൽ കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന്. അത് അദ്ദേഹം ഒരു പഞ്ച് ഡയലോഗായിട്ട് പറഞ്ഞതാണ്. നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കരുത്. അങ്ങനെ നിയമത്തിൽ വകുപ്പൊന്നുമില്ല. അതൊരു ഭംഗിക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിനപ്പുറമുള്ള പ്രസക്തി ഒന്നും അതിനില്ല. 2, യഥാർത്ഥത്തിൽ സ്ത്രീകൾ പറയുന്ന തുറന്നു പറച്ചിലെല്ലാം ശരിയാണെങ്കിൽ സ്ത്രീകൾ തുറന്നു പറയുന്നതിനപ്പുറം ഒരു സ്ത്രീ പരാതി എഴുതി കൊടുത്തതാണ് സരിത എന്ന് പേരുള്ള ഒരു സ്ത്രീ. അത് നമ്മുടെ ഉമ്മൻചാണ്ടിയെന്ന കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി, ഏറ്റവും ജനകീയ മുഖ്യമന്ത്രിക്കെതിരെ. അപ്പം തുറന്നു പറയാൻ മാത്രമല്ല തുറന്ന് കള്ളത്തിൽ പരാതി എഴുതാൻ പോലും ആൾക്കാർക്ക് കഴിയുന്ന ഒരു നാട്ടിൽ എല്ലാവരെയും എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു മടിയുണ്ട് മുമ്പോട്ട് വരാൻ. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. പക്ഷേ മറുഭാഗത്തൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണ്ടേ? ഒരു സന്തുലനം, ബാലൻസും സമവായവും വേണ്ടേ? പുരുഷനെതിരെ വ്യാജ പരാതി വന്നാൽ അവനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത നമുക്കില്ലേ? നമ്മുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും മാത്രമല്ലല്ലോ, അച്ഛനും ആങ്ങളമാരും ഇല്ലേ? നമുക്ക് പെൺമക്കൾ മാത്രമല്ലല്ലോ, ആൺമക്കളും ഇല്ലേ? പെങ്ങന്മാര് മാത്രമല്ലല്ലോ, ആങ്ങളമാരും ഇല്ലേ? രഞ്ജിത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത്. രഞ്ജിത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, സത്യത്തിന്റെ കൂടെ നിൽക്കണം, ശരിയുടെ കൂടെ നിൽക്കണം. ഭേദമില്ല, അന്വേഷണം നടക്കട്ടെ. അന്വേഷിക്കുന്നില്ലെന്നുള്ളതാണല്ലോ പ്രശ്നം. അതല്ല, അത് ആ സ്ത്രീ പരാതി കൊടുത്താലോ 0 FIR അല്ലേ? കേരളത്തിൽ വരണ്ടല്ലോ. ലളിതാകുമാരി കേസിന് ശേഷം അവർക്ക് വെസ്റ്റ് ബംഗാളിൽ ഇരുന്ന് പരാതി കൊടുക്കാമല്ലോ. ജൂറിസ്ഡിക്ഷൻ ഒരു പ്രശ്നമല്ല. അവരൊരു പരാതി എഴുതിയെടുത്ത് നേരെ വെസ്റ്റ് ബംഗാളിൽ കൊടുത്താൽ മതിയല്ലോ. നമുക്കിവിടെ അന്വേഷിക്കാനുള്ള വകുപ്പുണ്ടല്ലോ. എന്തുകൊണ്ട് അവർ പരാതി കൊടുക്കുന്നില്ല? പരാതി കൊടുക്കാതെ എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത്? എന്നിട്ട് രഞ്ജിത്ത് മാപ്പ് പറയണമെന്നൊക്കെ. ഇപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ വളരെ ആലോചിച്ചിട്ടും ഈ ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചിട്ടും പറയുന്നത്, ഈ സ്ത്രീ പറഞ്ഞത് ഹോട്ടലിൽ വെച്ചാണ് ഈ സംഭവം നടന്നതെന്നാണ്. യഥാർത്ഥത്തിൽ രഞ്ജിത്തിന്റെ ഫ്ളാറ്റിൽ വെച്ച് മറ്റു പലരും ഉള്ളപ്പോൾ, ശ്രീ ശങ്കർ രാമകൃഷ്ണൻ, ബാക്കി അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ഉള്ളപ്പോഴാണ് ഈ സംഭവം നടന്നത്. അവരെ അടക്കം എല്ലാം ആൾക്കാരോട് ചോദിച്ചാൽ വ്യക്തമാവില്ലേ? അപ്പൊ ഇവർ പറയുന്നതിൽ പോലും കൺസിസ്റ്റൻസി ഇല്ല. ഒരു കാര്യം കൂടെ പറയുന്ന വിഷമത്തോടെ പറയട്ടെ, അവരെ പൂർണ്ണമായി ബഹുമാനിച്ചുകൊണ്ട് ചോദിച്ച മാധ്യമ പ്രവർത്തകൻ പ്രോംപ്റ്റ് ചെയ്യുകയാണ്. അതായത് സംവിധായകൻ രഞ്ജിത്ത് സിനിമ പാലേരി മാണിക്യം എന്ന് പ്രോംപ്റ്റ് ചെയ്ത് പോലും എക്സ്ക്ലൂസീവ് വാർത്തകൾക്ക് വേണ്ടി പോവാണ്. നാളെ നമുക്കെതിരെയും ഇത് വരും എന്ന് ആ മാധ്യമ പ്രവർത്തനം അടക്കം നമ്മൾ ആരും മറക്കാതിരുന്നാൽ മതി. ഏതെങ്കിലും ആരോപണം വന്നാൽ നമ്മുടെ ജീവിതവും തകരും, നമ്മുടെ കുടുംബവും തകരും. അത് വ്യാജാരോപണമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അതിന്റെ വേദന പേറി നടക്കേണ്ടി വരും. ഇത് ഒരു പുരുഷനും മറക്കരുത്. ഈ സ്ത്രീപക്ഷമാണെന്ന് കാണിക്കുമ്പോൾ ഒരു പുരുഷനും നാളെ നമുക്കെതിരെ ഇത് വരുമെന്ന തിരിച്ചറിവില്ലാതിരിക്കരുത്. ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒരു പരാതി കൊടുക്കാമല്ലോ എന്നുള്ളതാണല്ലോ. അത് ഈ പരാതി വൈകുന്നതും സർക്കാരിനൊരു പിടിവള്ളിയാവുകയാണ് ഇക്കാര്യത്തിൽ ഈ രഞ്ജിത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നതിന്. രാഹുൽ പറഞ്ഞത് പരാതി കൊടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്.
പരാതി വ്യാജമാണോ പരാതി ഒറിജിനലാണോ എന്നതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ പ്രൂവ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. സരിതയുടെ ഇഷ്യൂമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല. സോളാർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റാത്തതിന്റെ കാര്യം ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് മൊഴി മാറ്റികളും പറഞ്ഞ് കമ്മീഷനിൽ തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞിട്ടുള്ള ഒരാള് ആ മൊഴിയെ റിലേ ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ റോപ്പൻ ചെയ്യാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചാണ്. തെറ്റായ പ്രവണത തന്നെയാണ്. അല്ല, സജി ചെറിയാൻ ഈ രഞ്ജിത്തിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സജി ചെറിയാൻ അത് അറിയാതെ പറയേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഉമ്മൻചാണ്ടി സാറിനെതിരെ കേസെടുത്തുവല്ലോ, അത് സുപ്രീം കോടതിയിൽ പോയിട്ട് എന്തായി, ആ FIR തന്നെ റദ്ദാക്കിയല്ലോ എന്ന്. അതാണ് പ്രതിപക്ഷം ഇന്ന് മറുപടി നൽകിയത്. അപ്പോൾ കുറ്റം സമ്മതിക്കുകയാണല്ലേ എന്ന് സർക്കാരിനോട്. ശ്രീ ഷാ, അപ്പൊ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ കണ്ടൻസ് ആയിട്ട് പറഞ്ഞത് അവരുടെ മുമ്പിൽ കിട്ടിയ സ്റ്റേറ്റ്മെന്റ്സും തെളിവുകളുമാണ്. അതൊരു ഇൻഫർമേഷൻ ഓഫ് കമ്മീഷൻ ഓഫ് എ കോഗ്നിസബിൾ ഒഫൻസ് ആണ്. നമ്മളതിനെ എഴുതി തള്ളാനൊന്നും സാധിക്കില്ല. ആ ഇൻഫർമേഷന്റെ ബേസിൽ പോലീസ് പ്രോആക്റ്റീവായിട്ട് മുന്നോട്ട് പോയതിനു ശേഷം മൊഴി കൊടുക്കാൻ വ്യക്തിം തയ്യാറല്ലാതിരിക്കട്ടെ, മൊഴി എടുക്കാൻ വ്യക്തിന്റെ അടുത്ത് പോലീസാണ് പോകേണ്ടത്. പോലീസ് അതിന് പോവുകയും അത് തയ്യാറല്ല, അല്ലെങ്കിൽ മൊഴി തിരിച്ചു പറഞ്ഞിരിക്കട്ടെ, അപ്പൊ തന്നെ അത് ക്ലോസ് ചെയ്യാം. അതേസമയം ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ മറ്റാവശ്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകാം. രഞ്ജിത്തിന്റെ കാര്യത്തിലോ ഏത് കേസായാലും ട്രയലിൽ ഒരു കൺവിക്ഷൻ. രഞ്ജിത്തിന്റെ കാര്യത്തിലോ രഞ്ജിത്തിന്റെ വിഷയത്തിൽ ഞാൻ എനിക്കിപ്പോ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച താരം ഇതിനകത്ത് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റിലുള്ള ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഇൻഫർമേഷന്റെ പ്രൊട്ടക്ഷൻ എനിക്ക് കിട്ടില്ല. ഇൻഫർമേഷൻ ഇൻഡിപെൻഡന്റ് ആയി കൊടുക്കേണ്ടി വരും. അതിന്റെ മൊഴി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടി വരും. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിനവർ വേടിക്കേണ്ട കാര്യം അവർക്ക് അവരുടെ പ്രൊറോഗേറ്റീവ് ആണ്. ഒരു വർഷം ഞാൻ പറയാം, എന്റെ പ്രൈവസിയെ അഫക്ട് ചെയ്യാം. അതിപ്പോ ഞാൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒക്കെ മാറി നിൽക്കട്ടെ, എനിക്കിനി ഇതിനകത്ത് ഇത് വെച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എന്റെ ഫാമിലി, എന്റെ മക്കള്, എന്റെ കൂടെയുള്ള ആളുകൾ അവരെ ബാധിക്കേണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനൊരു പ്രോസിക്യൂഷൻ ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചത് എന്റെ മാത്രം തീരുമാനമാണ്. അത് തീരുമാനിക്കേണ്ട അവകാശം അവർക്കുണ്ട്. കൊടുക്കാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം. അതിൽ അന്വേഷണം നടത്തിയിട്ട് അതിന്റെ വെറാസിറ്റി പരിശോധിക്കണം. അതിന് ഇൻവെസ്റ്റിഗേഷൻ അല്ലാതെ ഒരു വഴിയില്ല. പിന്നെ വിനു പറഞ്ഞ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഏതൊരു കേസിലും നമ്മളൊരു ക്രൈം, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നാണ് നമ്മുടെ അലിഗേഷൻ. ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തത് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടത് ഇത്തരം കേസുകളിൽ വിക്ടിമിന്റെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ട്രയലിലും വേണം, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലും വേണം. അത് കൊടുക്കാതെ നമുക്ക് ഇതിലൊരു പ്രതിവിധി ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷെ പോലീസ് പ്രോആക്റ്റീവ് ആകേണ്ടത് എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിനെ ഒരു ഇൻഫർമേഷനായി കണക്കാക്കി പോലീസ് മുന്നോട്ട് പോകണം. വിക്ടിംസ് ആയ ആളുകൾക്ക് ശിക്ഷിക്കപ്പെടണമെങ്കിൽ അവർ അതിനോട് സഹകരിക്കണം. ഇല്ലെങ്കിൽ ഒരു കുഴപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിക്ടിം അവിടെ മൊഴി കൊടുക്കാൻ തയ്യാറാകാതിരിക്കുകയോ അല്ലെ മൊഴി മാറ്റി പറയുകയോ ചെയ്താൽ ഇപ്പോൾ എക്സ്പെർട്ട് കമ്മിറ്റി കൊണ്ടുവന്ന അവരുടെ മുമ്പിൽ വന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് പൊതുസമൂഹത്തിന്. അതിന് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പോകാതെ എല്ലാവരും ഒറിജിനലായി നടന്ന കാര്യങ്ങളാണെങ്കിൽ അത് സത്യസന്ധമായി അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അവർ തയ്യാറാകണം. അതിന് പോലീസ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. വനിതാ കമ്മീഷൻ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാം. അത് കാരണം വനിതാ പോലീസുമായിട്ട് പോകാം, വനിതാ കമ്മീഷൻ ഇനിഷ്യേറ്റ് ചെയ്യാം. അങ്ങനെ അവർക്ക് വേണ്ട, ഞാൻ പ്രോസിക്യൂട്ട് ചെയ്യുന്നില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ്. ദാറ്റ് ഈസ് ദെയർ ഡിസിഷൻ. പക്ഷെ അതല്ല, മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ച അവസരം കൊടുക്കണ്ടേ? അല്ല, ഇവിടെ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല. നോക്കൂ, നമ്മുടെ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു ഇൻഡസ്ട്രി ഇന്ന് BBC വരെ വാർത്ത വന്നിരിക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന സിനിമയെക്കുറിച്ച്. എത്ര നാണക്കേടാണ്, ലോകം മുഴുവൻ കാണുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ധാർമ്മികതയുടെ പേരിൽ രഞ്ജിത്തിനെ ശിക്ഷിക്കണമെന്നോ രഞ്ജിത്തിനെതിരെ ആ കുട്ടി കേസ് കൊടുക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ആ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കണം. കാരണം രഞ്ജിത്ത് ഇരിക്കുന്ന ആ സംഘടനയിൽ ആയിരക്കണക്കിന് മറ്റുള്ളവരുണ്ട്. ചലച്ചിത്ര മേഖലയുടെ തലപ്പത്തിരിക്കുന്ന ആൾ ഞാൻ തൽക്കാലം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാൻ എന്താണ് കുഴപ്പം എന്നാണ് എനിക്ക്. അത് മാത്രമേ ഞാൻ പറയുള്ളൂ. രഞ്ജിത്ത് കുറ്റക്കാരനാവണമെന്നോ ശിക്ഷിക്കണമെന്നോ അയാൾ നിരപരാധി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ധാർമ്മികതയുടെ പേരിൽ തൽക്കാലം ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നാൽ ആ ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഒരു ഇമേജ് ആവും. അത് ഞാൻ അതേ പറയുന്നുള്ളൂ. കാരണം നാറിയിരിക്കുന്നു ആ സുധീഷ്. ഞാൻ ഞെട്ടിയിരിക്കുകയാണ് യൂട്യൂബിൽ അത് കണ്ടിട്ട്. നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നൊരു നടനാണ്, ഇത് സത്യമാണോ ഇല്ലയോ എന്ന് നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ മാമൂക്കോയ ഇങ്ങനെ പറഞ്ഞ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ എല്ലാവരുടെ ഇമേജും പോകുമെന്ന് പറഞ്ഞ പോലെ 100% പെർഫെക്റ്റ് ആയിട്ട് ഭൂമിയിൽ ആരും ഇല്ല എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം ഇപ്പോൾ എങ്ങനെ പുറത്തു വരുന്നു. ഈ നടി പോലും വന്നത് ഓരോരുത്തരും വന്ന് പറയുന്നത്. രാഹുൽ പറയുന്നു ഓരോരുത്തരുടെയും പേര് ചീത്തയാക്കുന്നതിന് വേണ്ടിയാണ് ഇതെന്നൊക്കെ. ഉഷയെന്ന് പറഞ്ഞോട്ടെ, ഉഷയ്ക്ക് അവസരം കൊടുക്കണമല്ലോ നമ്മൾ.
ഇങ്ങനെ ഈ വരുന്ന പേരുകളൊക്കെ ഓരോരുത്തരും വന്ന് പറയുന്ന പേരുകളൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം നമ്മൾ വലിയ ആരാധനയോടെ നോക്കിക്കാണുന്ന ആളുകളുടെ പേരുകളൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നു എന്ന് വെക്കുമ്പോൾ അത് ഈ പൊതുസമൂഹത്തിന് തന്നെ ഞെട്ടലുണ്ടാക്കുകയാണല്ലോ ഉഷ. അല്ല, ഞാനുൾപ്പെടെ എനിക്ക് സുധീഷിന് ഇവിടെ പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ സുധീഷിന്റെ പേര്, മാമുക്കയുടെ പേരൊക്കെ വന്നപ്പോൾ എന്തോ വല്ലാത്ത ഞെട്ടലാണ്. എനിക്കെൻ്റെ എൻ്റെ അനുജനായിട്ട് ഒത്തിരി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള സുധീഷ്. ഞങ്ങൾ എത്രയോ പിന്നെ ഒരുമിച്ച് താമസിക്കുമ്പോൾ സിനിമകൾക്ക് പിന്നെ സുധീഷിനെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. നമുക്ക് സിനിമയ്ക്ക് പോകാം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. ഇനി അനിയനെ പോലെ ഒരിക്കലും സുധീഷിൽ നിന്നൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സുധീഷോ മാമുക്കയോ ഇപ്പം ഈ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതോ എന്തോ എനിക്കറിയില്ല. രാഹുൽ എന്താ അവസാനിപ്പിക്കാം. അല്ല പെട്ടെന്ന്